അസ്സാമു അലൈക്കും വറഹമത്തുള്ള. അൺമാസ്കിംഗ് അനോമലീസിൻ്റെ ഇൻ്റർവ്യൂ വിത്ത് എക്സ് എത്തീസ്റ്റ് എന്നുള്ള ഈ ഒരു സീരീസിലെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്ത് ഹസൻ സയ്യിദ്. അദ്ദേഹം നിരീശ്വരവാദ അല്ലെങ്കിൽ മതനിരാസ ചിന്തകളിലേക്കൊക്കെ എത്തി ഒരു കുറച്ചുകൂടി ഒരു കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തിലൂടെ അവിടേക്ക് എത്തുകയും അതിൽ പല തരത്തിൽ ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്ത് അവസാനം തിരിച്ച് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്ന ഒരു സുഹൃത്താണ്. സ്വാഗതം. അപ്പോൾ മാത്രമല്ല അദ്ദേഹം ഒരു കാഴ്ച പരിമിതി കൂടി ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവങ്ങളും അതുപോലെ തന്നെ പല ആളുകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള അനുഭവങ്ങളും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഷെയർ ചെയ്യാൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും സ്വയം ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാമെന്നാണ് കരുതുന്നത്. ബാസിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ തീർത്തും വഴി വഴച്ചു പോകാൻ ഒരു നിലക്കിലും സാധ്യതയില്ലാത്ത ഒരു കുടുംബത്തിൽ, ഇസ്ലാമിക ചുറ്റുപാടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളരുകയും, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സിനിമ പോലും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഇന്നും അധികം ആളുകൾ കണ്ടല്ലോ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വ്യാപനം മൂലം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതല്ലാതെ ഔദ്യോഗികമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന അങ്ങനെ അത്രക്കും ഒരു ഇസ്ലാമിക ചുറ്റുപാടുള്ള കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. മദ്രസ പഠനമൊക്കെ? അതെ, മദ്രസ പഠനം ഉണ്ടായിരുന്നു. പിന്നെ മാദിൽ ആയിരുന്നു, ദേവ കോളേജിൽ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ മതം കുറച്ചുകൂടി പഠിക്കുക ചെയ്ത ഒരാൾ കൂടി? അതെ, മതം പഠിച്ച ഒരാളാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് വഴി പറയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തീർത്തും അത് ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രത്യാശാസ്ത്രത്തിൻ്റെ ഒരു സ്വാധീനം നമ്മളുടെ ഉള്ളിൽ കടന്നുകൂടി എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം 2010 മുതലുള്ളൊരു കാലം എന്ന് പറയുന്നത് മലബാറിൽ കുറച്ചും കൂടി ഫൈറ്റിംഗ് നടക്കുന്ന ഒരു കാലമായിരുന്നല്ലോ, ഈ സമുദായ പാർട്ടികൾ തമ്മിൽ, മുസ്ലിം മതസംഘടനകൾ തമ്മിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഭാഗത്ത് മതസംഘടനകളുടെ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് മുസ്ലിം ലീഗ്, ഒരു ഭാഗത്ത് CPM കൂടി ചേർന്നിട്ടായിരുന്നല്ലോ ആ ഫൈറ്റിൻ്റെ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗ് വിരോധം നമ്മളെ മനസ്സിലേക്ക് കടന്നുകൂടുകയും അങ്ങനെ ഇടതുപക്ഷത്തോടെ താല്പര്യം. എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ഒരു പറ്റം യുവാക്കൾ ഇതുപോലെ ഇടതുപക്ഷത്തേക്ക് ഒഴുകിയിട്ടുണ്ടെന്നല്ല. അപ്പം അന്ന് ഇടതുപക്ഷം അതിനായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ മലബാറിലൊക്കെ KT ജലീൽ, PT റഹീം പോലുള്ള ആളുകൾ, മുസ്ലിംസിൻ്റെ ഒരു ഭാഷയിൽ തന്നെ സംസാരിക്കുന്ന പക്കായിട്ടുള്ള ആളുകളെ തന്നെ സ്വതന്ത്രന്മാരായിട്ട് അവരായിരുന്നല്ലോ ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സ്വാധീനം അത് ഒരു തരത്തിൽ വിജയിച്ചതായിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം എന്നുള്ള നിലയിൽ എന്നെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതായത് പൂർണ്ണമായും മതത്തിന്റെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി മതമൊക്കെ പഠിച്ച ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇടതുപക്ഷത്തേക്ക് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഇപ്പം എനിക്ക് ഒരു ഓർമ്മ ഉണ്ട്, ആ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇടതുപക്ഷം ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു ഭാഷ ഉണ്ടാവും. മാത്രമല്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് UDF ആഭ്യന്തര വകുപ്പ് പലപ്പോഴും ചില മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിനോടുള്ള പ്രതികരണം പലപ്പോഴും രൂക്ഷമായി ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ അതേപോലെ തന്നെ ഈ പറഞ്ഞ സംഘടനാ ഫൈറ്റുകൾ അതിൽ ഈ CPM ലീഗ് എന്ന രൂപത്തിൽ മാത്രമല്ല, താന്നൂര് എന്ന് പറയുന്നത് താന്നൂരാണ് പ്രദേശം, താന്നൂര് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു ഇടം കൂടിയാണ് താന്നൂര്. അപ്പൊ അതിന് സാക്ഷ്യം വഹിച്ച ഒരാളും കൂടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ ഒക്കെ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തേക്കുള്ള ഒരു ചാഴ്വ് അവിടെയുള്ള എല്ലാ യുവാക്കളെ പോലെ തന്നെ എനിക്കുണ്ടായി. അങ്ങനെയാണ് ഇടതുപക്ഷത്തേക്കൊരു തുടക്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി സമുദായ സ്നേഹവും അടക്കം പക്ഷേ ഇടതുപക്ഷത്തേക്ക് പോകുന്നതിലേക്ക് വഴി വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ രൂപത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുപോലെ തന്നെ പ്രാദേശികമായ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഇടതുപക്ഷത്തിനോട് ഒരു സോഫ്റ്റ് കോർണറോ അല്ലെങ്കിൽ അതിലേക്ക് അനുഭവം ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. പിന്നെ എങ്ങനെയാണ് അതിന്റെ തുടർച്ച എങ്ങനെയുണ്ട്? തുടർച്ച വെച്ചാൽ പിന്നീട് നമുക്കറിയാം, ഇപ്പൊ KT ജലീൽ എൻ്റെ ഒരു ഹീറോ ആയിരുന്നു. KT ജലീൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. മൂപ്പരുടെ ശബ്ദമൊക്കെ അറിയാലോ, ഒരു ഗാംഭീര്യം ഒരു ശബ്ദമല്ല, പ്രസംഗം ഒരു പ്രത്യേക ഒരു ഫ്ലോയിലുള്ള പ്രസംഗമല്ലേ മൂപ്പര്. അപ്പോൾ മൂപ്പരുടെ പ്രസംഗം, മൂപ്പരന്ന് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള മതവേദികളിൽ കൂടുതൽ വരും. അപ്പോൾ അവിടെയൊക്കെ മൂപ്പര് പറയുന്ന ഒരു ആശയം നമുക്കറിയാം, ഒരു സർവ്വമത സത്യം എന്നുള്ള സാധനമാണ് മൂപ്പര് പറയാം. ഇപ്പോൾ ഗാന്ധി സ്വർഗത്തിൽ എന്നൊക്കെ പറയുന്ന ആ സാധനം. അപ്പം അങ്ങനെ മൂപ്പരുടെ പ്രസംഗം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. മൂപ്പരുടെ പ്രസംഗം കേട്ട് സ്വാഭാവികമായിട്ട് മൂപ്പരുടെ ശൈലി അന്ന് ഒന്ന് ഫേസ്ബുക്കിലൊന്നും സജീവമല്ല, പക്ഷെ അന്നൊക്കെ ഞാനൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ഈ വാട്സപ്പിൽ നമ്മുടെ അടുത്തുള്ള ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഓഡിയോകൾ റെക്കോർഡ് ചെയ്തിട്ട് വിടുകയും ചെയ്യും, ഓരോ സാഹചര്യങ്ങളുടെ അടിക്കുറിപ്പ് എഴുതിയിട്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ KT ജലീലിൻ്റെ ശൈലിയായിരിക്കും അനുകരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് മൂപ്പരുടെ നിലപാടുകൾ എന്നിൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഇൻട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ KT ജലീലിനെ പോയി കാണുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. മൂപ്പരിനോട് പറഞ്ഞു PSMO കോളേജിൽ പോയി പഠിക്കണം, അവിടെ ഹിസ്റ്ററിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പം അങ്ങനെ KT ജലീലിനോടുള്ള താല്പര്യം, പിന്നെ അത് ഏതൊരു ഘട്ടമല്ല എനിക്കറിയില്ല, പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ തന്നെ പിന്നെ ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളൊരു താല്പര്യം. പക്ഷെ എൻ്റെ മുന്നിലുണ്ടൊരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ ഒക്കെ പ്രവർത്തിക്കാം, പക്ഷെ ഒരു മതം പഠിക്കുന്ന ഒരാൾക്ക് ഇടതുപക്ഷത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ബാപ്പയ്ക്ക് എന്തോ ചില സംശയം തോന്നിയപ്പോഴായിരിക്കാം എന്നോട് പറഞ്ഞ് CPM എന്ന് നമ്മളങ്ങനെ വിചാരിക്കുന്ന പ്രസ്ഥാനമല്ല, നമുക്ക് അനുകൂലിക്കാം, പക്ഷെ നമുക്കിങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രസ്ഥാനമല്ല CPM എന്നൊക്കെ ബാപ്പ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാട്ടിലുള്ള ചില ആളുകളോട് സ്വകാര്യമായിട്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പങ്കുവെച്ചു. അപ്പം അങ്ങനെ ഒരു മേഖലാ സെക്രട്ടറി, അന്നത്തെ ഒരു മേഖലാ സെക്രട്ടറി DYFIൻ്റെ മൂപ്പരുമായിട്ട് ഞാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ DYFI പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ മതം പഠിക്കുന്ന ഒരാളാണ്, അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇപ്പോൾ അതിൽ പ്രവർത്തിക്കും. അപ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ, ഞാൻ മതവിശ്വാസമായിട്ട് അതിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവരോട് ഇതിനെ പറ്റിയൊക്കെ ചോദിച്ചു, ഇങ്ങനെ കുറേ ആരോപണങ്ങളൊക്കെ ഉണ്ട്, അല്ല അതൊക്കെ ആളുകൾ വെറുതെ പറയണം, ഇവിടെ അത്രയുള്ള എല്ലാ മതത്തിലുള്ള ആളുകൾ കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിലേ അതിനുള്ളൂ, ഒരു മതനിരപേക്ഷത. ഒരു മതനിരപേക്ഷ കോൺഗ്രസ് പോലെ അങ്ങനെയൊക്കെ ഉള്ളേ ഉള്ളൂ. അതല്ലാതെ ഒരിക്കലും ഒരു മതമില്ലാത്ത ആളുകളുടെ പാർട്ടി അന്നല്ല CPM എന്ന്. മാത്രമല്ല അന്ന് മലബാറിലെ കുറച്ചും കൂടി KT ജലീലിനെക്കാളും കുറച്ചുകൂടി സ്ട്രോങ്ങിൽ ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ഒരു സഹീദ് റൂമി ഉണ്ട്, കേട്ടിട്ടുണ്ടോ? എൻ്റെ സുഹൃത്തു കൂടിയാണ് ഇപ്പോൾ, പിൽക്കാലത്ത് അങ്ങനെ നല്ല സുഹൃത്തുക്കളായിരുന്നു. പുള്ളിയുടെ പ്രസംഗങ്ങൾ അന്ന് മലബാറിൽ നന്നായിട്ട് ഇങ്ങനെ നടക്കുന്നൊരു കാലമാണ്. പുള്ളി കുറച്ചും കൂടി പ്രത്യാശാസ്ത്രത്തെ തുടർന്ന് പ്രസംഗമായിരുന്നു. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിനെ ഒന്നാക്കുന്നത്, മുപ്പരുടെ പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മുപ്പർക്ക് ആ വാദമല്ലെങ്കിൽ പോലും മുപ്പരുടെ അന്ന് ഒരു പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു, മുപ്പര് ഒരു തട്ടിക്കുട്ടി പുസ്തകമൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഈ അലി സിറിയയുടെ വാദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അങ്ങനെ മുപ്പർക്ക് കുറച്ചുകൂടി പ്രത്യാശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുന്ന പ്രസംഗമാണത്. അപ്പോൾ കുറേ വാദങ്ങൾ എനിക്ക് കിട്ടിയ, നമുക്ക് കമ്മ്യൂണിസം ഇസ്ലാം ഒന്നാണ്. അപ്പോൾ അതിനകത്ത് തന്നെ സൂറത്തിൽ മാഊനിലെ ചില ഭാഗങ്ങൾ, അങ്ങനെയുള്ള ഖുറാൻ്റെ ചില ഭാഗങ്ങൾ, പിന്നെ ഹദീസുകൾ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറേ ദുആകൾ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ അതുപോലെയൊക്കെ സംസാരിക്കും. അതൊക്കെ ആ രീതിയിൽ എൻ്റെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കി. ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കലാണ് ഇസ്ലാമും ചെയ്യുന്നത്, അതന്നെയാണ് കമ്മ്യൂണിസം ചെയ്യുന്നത് എന്നുള്ള ഒരു ലൈൻ ആയിരിക്കാം. അതെ, ആ ഒരു സംവാദാത്മകമായിട്ടുള്ള ചില സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അത് മാത്രം ചേർത്തിട്ട് അപ്പോൾ അത് ഒന്നിച്ച് പോകുന്നുള്ള. അപ്പോൾ ഞാൻ എല്ലാ ഇടതുപക്ഷക്കാരും ചെയ്യുന്ന പോലെ തന്നെ ഞാനത് എനിക്ക് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു സാധനമായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ നാട്ടിൽ ഒരിക്കലും DYFI മെമ്പർഷിപ്പ് എടുക്കൽ നടന്നില്ല. അത് ബാപ്പ മുടക്കി. അതായത് അവർ മെമ്പർഷിപ്പ് എടുത്തരാൻ വേണ്ടി വീട്ടിൽ വരുമായിരുന്നു. ബാപ്പക്ക് താല്പര്യമില്ല, ബാപ്പ അവരോട് പിന്നീട് വരാൻ ആവശ്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുടക്കി. പിന്നെ മൂപ്പര് എന്നോട് ഇങ്ങനെ എന്നെ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി, ആ സെക്രട്ടറിയാണ്. അതായത് ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, പഠിക്കണം, രക്ഷിതാക്കൾ പറഞ്ഞ് കേൾക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കിതൊരു വാശിയായി, കാരണം അതിപ്പോൾ എന്തായാലും എനിക്ക് കൂടിയേ തീരും. ഞാനത് തീരുമാനിച്ചു, എനിക്ക് കൂടണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എന്നപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അന്ന് +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വർഷം ഇങ്ങനെ ബ്രേക്ക് എടുത്തിരിക്കുന്ന സമയമാണ്. ഡിഗ്രിക്ക് നല്ലൊരു കോളേജിൽ പോവാം. കോളേജിൽ പോയി കഴിഞ്ഞാൽ SFIയിൽ ആരും അറിയണം. അപ്പോൾ പക്ഷേ KT ജലീലാണെങ്കിൽ എന്നോട് PSMO പോയി ചേരാനും പറഞ്ഞു. PSMOൻ്റെ അവസ്ഥ എനിക്കറിയില്ല, അവിടെ SFI എന്ന് പറഞ്ഞാൽ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള സംഘടനയാണ്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ SFI ന്യൂനപക്ഷമാണെങ്കിലും SFI എന്ന് പറയുന്ന ഒരു 3-4 ആളുകളെ കൂടി നമുക്ക് സംസാരിക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടണമല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ PSMOയിൽ അഡ്മിഷൻ എടുക്കുന്നതും. പിന്നെ അവിടെ SFIൻ്റെ ഒരു ഭാഗമായിട്ട് അതാണ് പിന്നെ അവിടെ നിന്നാണ് പിന്നെ രാഷ്ട്രീയത്തിൻ്റെ തുടക്കം. SFI പ്രവർത്തകനായി തന്നെ അവിടെ പ്രവർത്തിച്ചു. അതെ, SFI പ്രവർത്തകനായിട്ട് പരിമിതികളുണ്ടായിരുന്നു. PSMO കോളേജിൽ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്, എങ്കിലും SFIൻ്റെ ഒരു പ്രവർത്തകനായിട്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫിഗർ ചെയ്യുന്ന ആ സമയത്തൊക്കെ. അതായത് മുസ്ലിം ലീഗിനെതിരെ ഇങ്ങനെ കുറേ പ്രസംഗിക്കുക, പിന്നെ അന്നത്തെ നമ്മളെ നേതാക്കളായിട്ടുള്ള ആളുകളുടെ പ്രഭാഷണങ്ങൾ കട്ടിങ്ങുകൾ എടുത്തിട്ട് ഇങ്ങനെ വിടുക, അടിക്കുറിപ്പുകൾ എഴുതുക. അപ്പോൾ ഇതൊക്കെ അതായത് പോരാളി ഷാജി എന്നുള്ള സാധനം അപ്പുറത്തുണ്ട്. ഈ പോരാളി ഷാജിനെ മറക്കാം, അതിനപ്പുറത്തേക്ക് കോളേജിൽ ഇങ്ങനെ ഇലക്ഷൻ ക്യാമ്പയിലൊക്കെ സംസാരിക്കുന്നു. അതായത് എൻ്റെ ആവേശം കൊണ്ട് എനിക്ക് ആദ്യം തന്നെ ഇലക്ഷൻ ക്യാമ്പയിലൊക്കെ സംസാരിക്കാൻ അവസരം കിട്ടിയത്. ശരിക്കും അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ തമ്മിൽ ഡിഫറൻറ്റ് കൂടുതൽ മനസ്സിലാക്കുന്നത്. അതായത് CPM SFI തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് ഉണ്ടല്ലോ. അതായത് ഞാൻ സത്യത്തിൽ അവിടെ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മുസ്ലിം ലീഗിൻ ആദ്യ ക്യാമ്പയിലൊക്കെ മുസ്ലിം ലീഗും CPM തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ആദ്യം ക്യാമ്പയിൽ സംസാരിച്ച്. അപ്പോൾ 2-3 ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ്, സഖാവേ ഇവിടെ നമ്മൾ അങ്ങനെയല്ല സംസാരിക്കേണ്ടത്, ഇതൊക്കെയാണ് നാട്ടിൽ വരേണ്ട സാധനമാണ്, ഇവിടെ നമ്മൾ ക്യാമ്പസിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ പറയണം. അപ്പോൾ അവർ സംസാരിക്കുന്ന കുറേ സംഗതികൾ ഇങ്ങനെ കേട്ട് പിന്നെ പക്ഷെ അതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ അല്ല, അപ്പോൾ CPM മതത്തിലൊന്നും അങ്ങനെ വല്ലാതെ തൊടൂല എന്നാണല്ലോ പറഞ്ഞത്.
എന്തായിരുന്നു ആ CPM നാട്ടിൽ പറയുന്ന CPM-ന്റെ ആശയങ്ങളല്ല ക്യാമ്പസിൽ പറയേണ്ടത്, SFIക്ക് വേണ്ടി പറയേണ്ടത് കുറച്ചും കൂടി വ്യത്യസ്തമായ കാര്യം. എന്തായിരുന്നു ആ വ്യത്യാസം? അതായത് സ്ത്രീ പുരുഷ ഇടപെടലിനെ കുറിച്ചിട്ട്, അതായത് പിന്നെ എന്താ പറയാ, സ്ത്രീകൾ പുരുഷന്മാരും ഒന്നിച്ചിരുന്നാൽ എന്താണ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആശയങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ PSMലുള്ള നിയമം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു ബെല്ലടിച്ചാൽ പുരുഷന്മാർ പോകണം, പിന്നെ ബെല്ലടിച്ചാൽ സ്ത്രീകൾ പോകണം, അങ്ങനെയാണ് നടത്തുന്ന നിയമം. അപ്പോൾ ഞങ്ങൾ ക്യാമ്പയിനിൽ ഉയർത്തിയ ചോദ്യം എന്താ വെച്ചാൽ, മഹാരാജാസിൽ ഈ പ്രശ്നമില്ല, മഹാരാജാസിൽ എല്ലാവർക്കും എപ്പോഴും ഇരിക്കാം. അപ്പോൾ ഇനി ഇവിടെ ഒരു ട്രാൻസ്ജെൻഡേഴ്സ് വരികയാണെങ്കിൽ മൂന്നാമത്തെ ബെല്ല് അവർക്ക് വേണ്ടി നിങ്ങൾ വെക്കുമോ എന്നുള്ളത് നമ്മളെ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം അപ്പോൾ പിന്നെ എപ്പോഴാണ് അസത്യത്തിൽ മൂന്നാലിംഗത്തെക്കുറിച്ച് ഇങ്ങനെ സംഗതിയൊക്കെ ഉണ്ടെന്ന് അപ്പോഴേ ചിന്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിലേക്ക് ചിന്തിച്ചപ്പോൾ മതപരമായിട്ടൊക്കെ ഇത് ശരിയാണോ, അങ്ങനെയുള്ള നമ്മൾ കേട്ടത്. പിന്നെ നമ്മൾ ശബരിമല ഇഷ്യൂസ് വരുന്നു, അപ്പോഴൊക്കെ കൂടുതൽ മതം ഇതൊക്കെ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ മാത്രമല്ല ബത്തക്ക സമരം, അങ്ങനെ കുറേ സംഗതികളുണ്ടല്ലോ, മറ്റേ മലപ്പുറത്തെ ഡാൻസ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മതപണ്ഡിതന്മാർ ഒരു ഭാഗത്ത് എതിർക്കുന്നു, SFI എതിർക്കുന്നു. ആ സംഭവങ്ങളൊക്കെ ഇപ്പൊ ഒന്ന് ബത്തക്ക സമരം, പിന്നെ ഈ പറഞ്ഞ ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടപെടലിന് വേണ്ടിയുള്ള സമരങ്ങൾ, അതേപോലെ തന്നെ ഈ മലപ്പുറത്ത് നടന്ന ആ ഒരു ഫ്ലാഷ് മോബ്, ഈ സമയത്തൊക്കെ താങ്കൾ ഒരു SFIയുടെ പ്രവർത്തകനായിരുന്നു. സാധാരണ പ്രവർത്തകനാണെന്നൊക്കെ അതിനുവേണ്ടി വാദിക്കായിരുന്നു. അന്ന് വാദിക്കാൻ തുടങ്ങിയില്ല. അന്നൊക്കെ എന്റെ പരിപാടി ഇതാണ്, മുസ്ലിം ലീഗിനും CPM-നും വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെ അലാവശ്യങ്ങൾ സംസാരിക്കും. പക്ഷെ ഇങ്ങനെ ഉള്ളില് ഞാൻ ഇങ്ങനെ എന്നെ പാകപ്പെടുത്തി എടുക്കണല്ലോ നമ്മള്. ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അതായത് ഒരു വിശ്വാസിയായി വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ കൂടെ നിലനിൽക്കാം എന്ന് വിചാരിച്ച് അവിടെ പോകുന്നു. പക്ഷെ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരിക. ആ കോൺഫ്ലിക്റ്റിനെ എങ്ങനെയാണ് നേരിട്ടത്? ആ കോൺഫ്ലിക്റ്റിനെ പിന്നെ എനിക്ക് നേരിടാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഇതില്. പിന്നെ അവസാനം ഞാൻ തീരുമാനിച്ച ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മളേതായാലും മതവിശ്വാസികൾ അംഗീകരിക്കും നമുക്ക്. കാരണം എനിക്ക് ഓൾറെഡി നിരീശ്വരവാദി എന്നുള്ള ചാപ്പ് കിട്ടിയിട്ടുണ്ട്. SFIയിൽ പോയതോടുകൂടി പോയത് കൂടിയിട്ട് തന്നെ നിരീശ്വരവാദി എന്നുള്ള ചാപ്പ് ഓൾറെഡി നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്, സ്വകാര്യമായിട്ട് പലരും പറയുന്നുണ്ട്. പരസ്യമായിട്ട് നമ്മളെ കാണുമ്പോഴും നിരീശ്വരവാദിയാണ്, ആ നിരീശ്വരവാദിയാണ്. ഇപ്പൊ ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, റമദാൻ ഈ നോമ്പ് എടുക്കുക വെച്ചാൽ എനിക്ക് ബൈക്ക് കിട്ടിയ നാട്ടിൽ നിന്ന്, ഇന്ന് റമദാനാണ് എനിക്ക് നോമ്പുണ്ടെന്നൊക്കെ ചോദിച്ച ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് നോമ്പെടുക്കുക എന്തേ പ്രശ്നം അല്ല, ഈ ഇപ്പൊ നിരീശ്വരവാദിയാന്നൊക്കെയല്ല പറഞ്ഞിട്ടത്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പൊ ഏതായാലും നമ്മൾ നിരീശ്വരവാദി ആക്കിയിട്ടുണ്ട്, പിന്നെ നമുക്ക് കുറച്ചും കൂടി സേഫ് കമ്മ്യൂണിസ്റ്റ്. കാരണം ഇപ്പൊ ഇങ്ങനെ ഈ കോൺഫ്ലിക്റ്റിനായിട്ട് നമ്മളിപ്പോൾ ഏതായാലും കമ്മ്യൂണിസ്റ്റത്തെ ഐഡന്റിഫൈ ചെയ്താണല്ലോ നിൽക്കുന്നത്. അപ്പം പിന്നെ ഇതിന് വെച്ചാൽ ഓക്കെ, നമുക്ക് ഇനി മുതൽ കമ്മ്യൂണിസത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാം, അത് എവിടെയാണോ ഉള്ളത് അതിന് വേണ്ടിയിട്ട് സംസാരിക്കാം. അതിൽ മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി ഇത് സമൂഹം ഉണ്ടാക്കുന്ന ഈ ഒരു പുഷ് കൂടി നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾ ആ രൂപത്തിലേക്ക് പോകുമ്പോഴേക്ക് തന്നെ നിരീശ്വരവാദിയായി ചാപ്പ് കുത്തുക എന്നുള്ളത് പലപ്പോഴും ഈ രൂപത്തിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു പിന്നെ ഇതിൽ പറയുമ്പോൾ ഈ എക്സ് മുസ്ലിമീങ്ങൾ ഉണ്ടാവാൻ ഒരു കാരണത്തിൽ സമൂഹത്തിൽ നിന്നുള്ള ഈ പുഷിങ് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്നു. പിന്നെ ഓൾറെഡി സമൂഹം അങ്ങനെ ഒരു ചാപ്പ കൂടി തന്നത് കൊണ്ട് പിന്നെ അങ്ങനെ തന്നെ ആവാം പിന്നെ കരുതുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുന്നത്, കുറച്ച് മതം പഠിച്ച ഒരാളാണ്, മദ്രസയിൽ പഠിച്ച ഒരാളാണ്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കും ദാവ കോളേജിലടക്കം പഠിച്ച ഒരാളാണ്. അങ്ങനെയുള്ള നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പൊസിഷൻസ് എടുക്കുമ്പോൾ, മതത്തിന് എതിരായ പൊസിഷൻസ് എടുക്കുമ്പോൾ അവിടെ മതം പഠിപ്പിച്ച കുറച്ച് മൂല്യങ്ങൾ നൽകുന്ന ഒരു തടസ്സം ഉണ്ടാവൂല, അല്ലെങ്കിൽ ഒരു പരലോകത്തെ ഉണ്ടാവും, കുറച്ച് സമയം ഉണ്ടാവും. കാരണം എന്തായിരിക്കും അത് മറികടക്കാൻ എന്തായിരിക്കും നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് എന്തായിരിക്കും? പിന്നെ നമ്മൾ അതില്ലാന്നാണ്ട് നമ്മള് ഓക്കെ, നമ്മളെ മനസ്സിന് നമ്മളാണ്ട് സ്ഥാപിക്കുക, അതില്ല, അതൊക്കെ കള്ളാണ്, അതൊക്കെ കെട്ടുകഥയാണ്, ഇവിടെ അങ്ങനെ എന്തൊക്കെയാ പറയുന്നുണ്ട്, അതൊന്നും ഇല്ല എന്നാണ്ട് നമുക്ക് സ്ഥാപിക്കുക. പിന്നെ നമ്മളെ വാദങ്ങളെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുക. പക്ഷെ അന്ന് ഞാൻ പിന്നെ കോവിഡ് കാലത്താണ് പൂർണ്ണമായിട്ട് ഇതിലേക്ക് മാറുന്നത്. അത് കോവിഡ് കാലത്ത് ഈ പിന്നെ ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചെറിയ രീതിയിൽ അങ്ങനെ ആയിരുന്നേ ഉള്ളൂ, അത് സംസാരിക്കാൻ അങ്ങനെ വല്ലാതെ തുടങ്ങിയിട്ടില്ല. കോവിഡ് കാലത്ത് ഞാൻ കുറച്ചുകൂടി പ്രത്യയശാസ്ത്രമായിട്ട് ഞാൻ കൂടുതൽ കമ്മ്യൂണിസത്തെക്കുറിച്ച് പഠിച്ച് അപ്പോൾ കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ തിരിച്ചറിഞ്ഞ കൂട്ടത്തിലൊന്നും തന്നെ കമ്മ്യൂണിസ്റ്റാൻ ഒരിക്കലും മതവിശ്വാസം ചെയ്യാൻ പറ്റൂല. അത് തിരിച്ചറിഞ്ഞ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഞാൻ KN ഞാനും കൂടി ഒരു യാത്ര ചെയ്തിരുന്നു. ഞങ്ങൾ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ പ്രോഗ്രാം വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തു. അപ്പോൾ ഞാൻ KN മാഷോട് വണ്ടി എന്ന് വെച്ചു. പക്ഷേ ഈ ആളുകളൊക്കെ എന്നെ പറയുന്നുണ്ടല്ലോ, നമ്മളെ ഈ ചെറിയ പ്രാദേശിക പ്രഭാഷകരൊക്കെ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് മതവിശ്വാസം ചെയ്യാൻ പറ്റും. ശരിക്കും ഞാനപ്പോൾ മതവിശ്വാസമല്ല, അപ്പോൾ എനിക്ക് ആ ഉത്തരം കിട്ടേണ്ടത്. അപ്പോൾ KN പറഞ്ഞു അങ്ങനെ ആവാൻ പറ്റില്ല, പക്ഷേ CPM എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഒരുപക്ഷെ മതവിശ്വാസിക്ക് പ്രവർത്തിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും ഇസ്ലാം മതവിശ്വാസിയാവാൻ പറ്റില്ല എന്ന് KN പറഞ്ഞു. പിന്നെ EMSൻ്റെ പുസ്തകമുണ്ട്, മതവിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകാരെന്നുണ്ട്. അതിൽ ഒരു ചോദ്യോത്തരാണ്, ഓരോ നാട്ടിൽ നിന്ന് വന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഉത്തരം പറയാം, ചിന്തർക്കുന്ന.
അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു 43 44 ചോദ്യത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്, സഖാവെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതവിശ്വാസം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിന് മൂപ്പര് ഇതുപോലെ ഒരു ഉത്തരമാണ് കൊടുക്കുന്നത്, അങ്ങനെ ആകാൻ പറ്റൂല, പക്ഷേ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാം, പക്ഷേ പ്രത്യാശാസ്ത്രപരമായിട്ട് അങ്ങനെ ആകാൻ പറ്റില്ല എന്നുള്ളൊരു സംഗതി മൂപ്പര്. അപ്പോൾ അന്ന് മുതലാണ് ഞാൻ പിന്നെ പൂർണ്ണമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയും തീർത്തും ഒരു മതവിശ്വാസി മതവിശ്വാസത്തെ അവഗണിച്ചിട്ട് ഞാൻ നിസ്കാരമൊക്കെ ഉപേക്ഷിച്ച് തുടങ്ങി അന്ന് മുതലാണ്. നിസ്കാരം, നോമ്പ്, അങ്ങനെ സംഗതി ഞാൻ വീട്ടിൽ നിന്ന് ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ വീട് വിട്ടുകാർ ഞാൻ അങ്ങനെ നിസ്കരിക്കില്ല. അതുപോലെ ജുമാ പലപ്പോഴും കട്ടാക്കാൻ പറ്റുന്നൊക്കെയാണെങ്കിൽ കട്ടാക്കും. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ജീവിതത്തിൽ പ്രാക്ടീസ് തുടങ്ങിയത് കോവിഡ് മുതൽ. കാരണം കോവിഡ് കാലത്ത് നമുക്കറിയാം കുറച്ചും കൂടിയൊക്കെ മതങ്ങളെ നന്നായിട്ട് ഉപദ്രവിച്ചൊരു കാലമല്ല. പള്ളികളൊക്കെ പൂട്ടി, ദൈവത്തിന് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പോസ്റ്റുകളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. പിന്നെ അന്ന് ഈ ക്ലബ് ഹൗസിന്റെ ഒക്കെ ഒരു കാലമാണല്ലോ. ക്ലബ് ഹൗസിലൊക്കെ ഉണ്ടായിരുന്നോ? ക്ലബ് ഹൗസിലേ ഉണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാൻ അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ അനുകൂലിക്കാൻ ജസ്ലാം വാടശ്ശേരിൻ്റെ ചാനലൊക്കെ ഞാൻ കയറിയിരുന്നു. അപ്പോൾ മാത്രമല്ല അന്നാണ് ഈ നാസ്തികനായ ദൈവം എന്നുള്ള പുസ്തകം ഞാൻ കൂടുതൽ വായിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ഓഫ് ടോപ്പിക് ആണ്, എന്നാലും ഈ പുസ്തകം വായിക്കാന്ന് പറയുമ്പോൾ ഈ കാഴ്ച പരിമിതി എങ്ങനെയാണ്? നമുക്ക് സുഹൃത്തുക്കൾ വായിച്ചത്, അതായത് ഒന്നാമതായിട്ട് പിന്നെ ഇപ്പോൾ ഈ കാഴ്ച ഇല്ലാത്തവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ലൈബ്രറികൾ, ഓഡിയോ ലൈബ്രറികളുണ്ട്, ഓഡിയോ ബുക്സുകൾ. അപ്പോൾ അതിൽ നാസ്തികനായ ദൈവം ഓൾറെഡി വായിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് വായിച്ചപ്പോൾ തോന്നി കമ്മ്യൂണിസം സ്ട്രോങ് പോരാ മതത്തെ എതിർക്കുന്നതിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിനെ എതിർക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്ട്രോങ് പോരാ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എനിക്ക് കുറച്ചും കൂടി നല്ലത് ഇതായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ അന്ന് എനിക്ക് ഓർമ്മ, ഞാൻ റിച്ചാർഡ് ഇപ്പോൾ പെട്ടത്രയായി തോന്നി, പക്ഷേ അന്ന് ഡോക്കിൻസിൻ്റെ പല സാധനങ്ങളൊക്കെ അടുത്ത് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉപകാരം വെച്ചാൽ നമ്മളെ അടുത്തറിയാത്തപ്പോൾ നമ്മൾ വീട്ടുകാർക്കൊന്ന് റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആരാന്ന് അറിയില്ല, എന്തോ ഇംഗ്ലീഷ് സ്റ്റാറ്റസ് ഇടുന്ന നമ്മളാണെങ്കിൽ അത് ഇടും ചെയ്യും. അങ്ങനെ കുറേ ഞാൻ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ ഇസ്ലാമിനെ പറ്റി പക്ക ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഇസ്ലാമിക് കുടുംബത്തിൽ ഞാൻ ജീവിക്കുന്നത്. അപ്പം എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് നമുക്കതൊക്കെ പറയാം. അതിന് കാരശ്ശേരി മാഷ ഞാൻ ഒരിക്കൽ വിളിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ കാരശ്ശേരി മാഷ എന്നോട് പറഞ്ഞു, കാരശ്ശേരി മാഷ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞ്, പിന്നെ വ്യക്തിപരമായിട്ട് അറിയിച്ചതിനെ ഫോണിൽ കൂടെ എല്ലാം പരിചയമുണ്ട്. അപ്പോൾ എന്നോട് ഒരിക്കൽ പറഞ്ഞ്, മോനെ പിന്നെ എങ്ങനെ എവിടെ ജീവിക്കുന്നത്? വീട്ടിലാണ്. വരുമാനം ഉണ്ടോ? ഇല്ല, വരുമാനമില്ല. വരുമാനം ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള മതവിമർശനങ്ങളായിട്ടൊന്നും ഇറങ്ങരുത്, അതൊന്നും ഒരു ഉപകാരം ചെയ്യൂല. അപ്പം അതിനേക്കാളും നല്ല നീ ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയിട്ട് ഒരു സ്ഥലത്ത് സേഫായിട്ട് അതൊക്കെ ചെയ്താൽ മതി. അതല്ലാതെ ഈ സമയത്തൊന്നും മതങ്ങൾ വിമർശിച്ചിട്ടൊന്നും ഇറങ്ങേണ്ടത്, അതൊക്കെ നിൻ്റെ ഉള്ളിൽ അവിടെ നിന്നോട്ടെ, നീ അങ്ങനെ മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോൾ അതാണ് ആ കോവിഡ് കാലത്തുള്ള ആ ഒരു കോവിഡ് കാലത്തിലേക്ക് എത്തുമ്പോഴേക്ക് താങ്കൾ SFIന്റെ ഒരു സജീവ പ്രവർത്തകനായി. ഞാൻ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഏത് ഏരിയ കമ്മിറ്റി? താന്നൂർ ഏരിയ കമ്മിറ്റി. ഓക്കെ, ഏരിയ കമ്മിറ്റിയിലടക്കം പ്രവർത്തിച്ചു. അങ്ങനെ സജീവമായി നിൽക്കുന്ന സമയത്ത് ആ കാലത്താണ് കൂടുതൽ ഞാൻ SFI CPMന്റെ ഒരു ഡിഫറൻറ്റ് കൂടുതൽ മനസ്സിലാക്കുന്നത്. അതായത് CPMകാരൊന്നും SFIക്കാരായിക്കൊള്ളുന്നില്ല, SFIക്കാരൊന്നും CPMമാരായിക്കൊള്ളുന്നില്ല. ആശയം പറയുന്നതിൽ കുറെ വ്യത്യാസമുണ്ട്. അതപ്പോൾ CPM എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഗ ബഹുജന സംഘടന എന്നുള്ള നിലയിലേക്കാണല്ലോ മാറിയത്. ഒരു കമ്മ്യൂണിസമൊക്കെ വിട്ട് അതിപ്പോൾ ഒരു കുറേ ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു വർഗ ബഹുജന, നമുക്ക് കുറേ വിയോജിക്കാമെങ്കിലും ഒരു വർഗ ബഹുജന സംഘടന എന്നുള്ള നിലയിലാണല്ലോ ഇപ്പം അതിൻ്റെ ഒരു പോക്ക്. SFI കുറച്ചും കൂടി, കാരണം ഇവർക്ക് വോട്ട് ബാങ്ക് ഉണ്ടായിരിക്കാം മലബാറിലല്ലേ, പക്ഷെ SFIക്ക് പിന്നെ ഈ മത വോട്ട് ബാങ്കുകൾ അവർക്ക് ഭയക്കേണ്ട കാര്യമില്ലല്ലോ. PS കോളേജിൽ PS പോലെ ആണെങ്കിലും ഇനിയിപ്പോൾ ഇവിടെ മലബാറിലുള്ള ഏത് കോളേജിലാണെങ്കിലും മത വോട്ടുകൾ SFIക്ക് ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ SFI കുറച്ച് തീവ്രമായിട്ടുള്ളൊരു നവലിബറൽ ആശയങ്ങളാണ് SFIൻ്റെ ഒരു മുഖമുദ്ര എന്നുള്ളത്. അപ്പോൾ അത് SFI നേതാക്കളെ തന്നെ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരിക്കലും ജനറൽ പൊളിറ്റിക്സിനെ അംഗീകരിക്കാത്ത ഒരാൾക്ക് SFIക്കാരനാകാൻ പറ്റൂല, പക്ഷെ അതേ സമയത്ത് ഒരു CPM അങ്ങനെ പ്രസംഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഞാൻ കറക്റ്റായിട്ട് മനസ്സിലായി. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് PS പോലൊക്കെ പലരും ഈ സംഘപരിവാർ ചാഴ്വുള്ള ആളുകൾ തന്നെ SFIയിലുണ്ടായിരുന്നു. അതായത് നാട്ടിൽ അവർ സംഘപരിവാറാണ്, ഇവിടെ SFI. പിന്നെ മാത്രമല്ല, നാട്ടിൽ മുസ്ലിമിന് വോട്ട് ചെയ്യുന്ന പലരും കോളേജിലൊന്ന് SFIക്കാരാവുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നേരെ തിരിച്ചു ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇവിടെ SFIക്ക് വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന MSFന് വോട്ട് ചെയ്യും, PS പോലും MSFന് വോട്ട് ചെയ്യുന്ന പലരും നാട്ടിൽ CPMന് വീട്ടുകാർ വോട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെയുണ്ട്. അപ്പൊ ഇതിന്റെ ഇതൊക്കെ കൂടുതൽ പഠിച്ചു വരുന്നുണ്ട്. പിന്നെ ഈ PS അല്ലാതെ വേറെ എവിടെയെങ്കിലും? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവിടെയും SFIക്കാരനായിട്ടായിരുന്നു കുറച്ചു കാലം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മാറ്റം വരുന്നത്.
അത് കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ഇത്ര കുറേ രാഷ്ട്രീയപരമായിട്ട് കുറേ കാര്യങ്ങൾ, പിന്നെ വിശ്വാസങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് മാറ്റത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു SFI കാരനായിക്കൊണ്ട് ഇതിനെ ജെൻഡർ പൊളിറ്റിക്സിനെ അടക്കം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് പിന്നെ ഗ്രാജുവലി എത്തി. അത് കോവിഡ് കാലത്താണ് സമയത്ത് കൂടുതൽ എത്തുന്നത്. കാരണം കോവിഡ് കാലത്ത് ഞാൻ പിന്നെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പറൊക്കെ ആയില്ലേ. അപ്പോൾ പിന്നെ എൻ്റെ പൊളിറ്റിക്സ് കൂടുതലും പിന്നെ ഒരു CPM പറയുന്ന സാധാരണ ഇവിടെ പോരാളി ഷാജികൾ പറയുന്ന, പ്രവാസികൾ പറയുന്ന പിന്നെ അപ്പം എനിക്ക് അതൊക്കെ ഒരു പഴഞ്ചനും അതൊക്കെ നിലവാരമില്ലാത്ത സാധനമായിട്ട് ഞാൻ കണ്ടിരുന്നത്. ഈ പോരാളി ഷാജികൾ സാധാരണ ഇങ്ങനെ ലീഗ് CPM എന്നൊക്കെ പറഞ്ഞ ഞാനൊരു നിലവാരമില്ലാത്ത സാധനമായിട്ട് ഞാൻ കോവിഡ് കാലത്ത് കണ്ട്. കോവിഡ് കുറച്ചും കൂടി പുരോഗമിച്ച് ഞാനൊരു ബുദ്ധിജീവി സ്ഥാനത്തേക്ക് എത്തിയിരുന്നു. അപ്പം നമ്മളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഇതാ പിന്നെ ബാലുശ്ശേരി സ്കൂളിൽ ഇങ്ങനെ സംഭവം ഇത് വേണം, അതാണ്, അതായത് ഇങ്ങനെ ജെൻഡർ ന്യൂട്രലായിട്ടാണ് കുട്ടികൾ പോകേണ്ടത്, കുട്ടികൾ വളരെ ചെറുപ്പം മുതൽ തന്നെ സ്ത്രീ ആരാണ് പുരുഷനാരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. വീഡിയോ ഇറക്കിയത് ഫേസ്ബുക്കിലുണ്ട്, ഞാൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് പിന്നീട് എന്തോ ഒരു ഇടങ്ങേറില്ല ശുഭം. പക്ഷെ മിശ്രവിവാദത്തിനെ പറ്റി പറഞ്ഞ വീഡിയോ ഇപ്പോഴും ഉണ്ട് ഫേസ്ബുക്കിൽ. ഞാൻ പിന്നെ അവിടെ വെച്ചതാണ്, നമുക്കൊരു പിന്നീട് ദൃഷ്ടാന്തമായിട്ട് കിടന്നോട്ടെ. അത് അതിൽ വേറെ തമാശ ഉണ്ട്. ഈ നമ്മളെ വീണ വിജയന്റെ അതുപോലെ തന്നെ മന്ത്രി റിയാസിന്റെയും കല്യാണമാണല്ലോ. അപ്പം അതെനിക്ക് നല്ലൊരു മാറ്റർ ആയിരുന്നത്. ഞാൻ അതിൽ നല്ലൊരു വീഡിയോ ചെയ്ത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിഫറൻറ്റ് അങ്ങനെ കൂടുതൽ മനസ്സിലാക്കി വരുന്ന അപ്പോഴാണ്. അതൊക്കെ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ആദ്യമായിട്ട് എന്നെ വിളിച്ചത് അവിടെ ബ്രാഞ്ച് സെക്രട്ടറി എന്നെ വിളിച്ചത്. ബ്രാഞ്ച് സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നോ. ഞാൻ പറഞ്ഞു എന്താ സഖാവ് ഡിലീറ്റ് ചെയ്യണം, കാരണം അത് നമ്മളെ ആശയമല്ലേ അത്. പിന്നെ CPM അങ്ങനെ ആശയമൊന്നുമില്ല. അപ്പോൾ മിശ്രിബ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ആശയമല്ലേ, നിങ്ങളെന്തെങ്ങനെ പറയണം. അപ്പം എന്നോട് പറഞ്ഞു അതങ്ങനെയല്ലടാ, നമുക്കിവിടെ വോട്ട് തരുന്നൊക്കെ ഇവിടെയുള്ള മുസ്ലിംസാണ്, ഇവിടെയുള്ള അപ്പോൾ ഇവിടെ മദ്രസകളും പള്ളിയൊക്കെ കേന്ദ്രീകരിച്ചാണ് നമുക്ക് വോട്ട് തരുന്നത്. ഈ അങ്ങനെ വീഡിയോ ഇടുമ്പോൾ പ്രശ്നമാണ്. അതും പറയുന്നത് ഈ എന്നെ ഒരു വീഡിയോ വിടുകയാണെങ്കിൽ അത് ആദ്യം എന്നെ കാണിക്കണം, എന്നിട്ട് ഞാൻ എന്നോട് പറയും ഇത് വിടേണ്ട വീഡിയോ ആണോ വിടേണ്ട വീഡിയോ ആണോ, അതിനനുസരിച്ച് വിട്ടോ എന്ന് മൂപ്പര് പറഞ്ഞിരുന്നു എന്നോട്. മൂപ്പർക്ക് പാർട്ടിയിൽ കുറേ പ്രശ്നങ്ങൾ, പാർട്ടി അതായത് അവിടെ പാർട്ടിയും പിന്നെ കീഴ്ഘടകങ്ങളായിട്ടുള്ള SFI അവിടെ ഇല്ല, പിന്നെ DYFI ഒക്കെ പ്രശ്നമുണ്ട്, വേറെ വിഷയം. അത് ഇത്തരം വിഷയങ്ങൾ തന്നെയാണ് പലപ്പോഴും. അപ്പം അതാണ് ഞാൻ കൂടുതലൊന്നും മനസ്സിലാക്കിയത്, ഇങ്ങനെ ഒരു പ്രശ്നം. അതായത് ഈ CPM പൊതുജനത്തോട് പറയുന്ന ആ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ആശയവും SFI ഡയറക്ട്ലി നടപ്പിലാക്കുന്ന ഒരു ആശയം തമ്മിൽ നല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് മനസ്സിലല്ല. ഇപ്പോൾ SFI പിന്നെ SFIയിൽ ആണെങ്കിലും വരുമ്പോൾ നമ്മോട് പറയണ്ട. ഇപ്പോൾ പൊതുപ്പൊരു SFI നേതാവ് ഒരു സാധാരണ ഒരു ആൾ SFI പ്രവർത്തനം വരുമ്പോൾ അവനോട് പറഞ്ഞ് മതവിശ്വാസം പ്രശ്നമില്ല എന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ പാർട്ടി യോഗങ്ങളുടെ അടിയിൽ നിസ്കരിക്കാനൊക്കെ പോവാം, പാർട്ടി സമ്മേളനത്തിൻ്റെ അടിയിലോ. അതൊന്നും പ്രശ്നം. പക്ഷേ വേറെ പ്രശ്നം വെച്ചാൽ ഇവർ ചക്കാന്ന് നേരിട്ട് പറയില്ല, അത് മുള്ളിലുള്ള കുറേ ഇളഞ്ഞിലൊരിക്കുന്ന ഒരു സാധനമാണെന്ന് പറയും. പക്ഷേ SFIക്ക് പഠന ക്യാമ്പുണ്ട് വർഷത്തിൽ. അപ്പം അതിലെല്ലാവരും ഒരു ദിവസം 2 ദിവസമൊക്കെ 3 ഓരോ മേഖലയ്ക്ക് അനുസരിച്ച് ഓരോ ഏരിയ കമ്മിറ്റികളുടെ അവരുടെ കെൽപ്പനുസരിച്ചൊക്കെ ഇരിക്കും. അപ്പം അതിലൊക്കെ പഠിപ്പിക്കൽ എന്താ, ഡാർവിൻ സിദ്ധാന്തം പഠിപ്പിക്കുക. ഡാർവിൻ സിദ്ധാന്തം പച്ചക്ക് പറയില്ല, മതമില്ലാന്ന് പറയില്ല. പക്ഷെ ഡാർവിൻ സിദ്ധാന്തം പഠിപ്പിക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് പരിണാമ സിദ്ധാന്തം ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയായിട്ട് പറഞ്ഞാൽ പോരെ. മതമില്ലാന്നല്ല, പക്ഷെ മതമില്ലാന്ന് പച്ചക്ക് പറയില്ല, എന്നാലോ അതിലൂടെ നമുക്ക് ഉൾത്തിരിഞ്ഞ് കിട്ടുന്ന ആശയം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് EMSന്റെ ആ ഒരു വാചകം, അതായത് മതത്തിനെ നേരിട്ട് എതിർക്കുകയല്ല വേണ്ടത്, അതിന്റെ സാമൂഹ്യ വേരുകൾ പതിയെ പിഴുതെറിയാണ് വേണ്ടത്. അപ്പൊ ആ ഒരു പ്രവർത്തനമാണ് പതിയെ ഈ പ്രവർത്തകരിൽ അടക്കം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നീടൊക്കെ EMSന്റെ പ്രസംഗം നമുക്ക് ബോധ്യപ്പെടുന്ന ചെയ്യുന്നതൊക്കെ. ഓക്കെ. അപ്പൊ ആ രൂപത്തിൽ കോവിഡ് കാലത്ത് കുറച്ചുകൂടി പിന്നെ അതിശക്തമായി ഈ ലിബറൽ ആശയങ്ങൾക്ക് വേണ്ടി ലിബറൽ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടും ഇസ്ലാമിനെ പ്രത്യേകം ഫോക്കസ് ചെയ്ത, പക്ഷേ എനിക്ക് പരിധികളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടുന്ന ഇടങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നതിടയിൽ ഒരു മുസ്ലിമിനെ കിട്ടിയാലേ, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് ചാറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ പക്കായിട്ട്, എനിക്ക് ഓർമ്മയുണ്ട് സുധാനൊക്കെ നമ്മൾ പറ്റായിട്ട് അങ്ങനെ അപമാനിച്ചൊക്കെ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, രഹസ്യമായിട്ടോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇങ്ങനൊരു SFIയിലൂടെ ഇത്തരം ഒരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്തയിലേക്ക് എത്തുന്നു. പക്ഷേ എന്തിനാണ് ഒരു മുസ്ലിമിനെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ വാട്സപ്പിലോ യാത്രയിലോ കിട്ടുമ്പോഴേക്ക് ആ മുസ്ലിമിനോട് ഇതെങ്ങനെങ്കിലും അവന്റെ വിശ്വാസത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കണം എന്ന് തോന്നാൻ മാത്രമുള്ള ഒരു മോട്ടീവ് എന്താണ്? ഒരു വെറുപ്പ് സ്വാഭാവികമായിട്ട്. പിന്നെ ആദ്യം പറഞ്ഞല്ലോ, ഒരു പുഷിങ്ങിൻ്റെ ആ ഒരു വെറുപ്പ് നമുക്ക് ഓൾറെഡി ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിൻ്റെ ആശയങ്ങളല്ലാവില്ല പലപ്പോഴും ഈ ആളുകളൊന്നും പുറത്തേക്ക് എത്തിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ആശയങ്ങളാവില്ല, സമൂഹത്തിന് അവർ നേരിടുന്ന ചില പ്രശ്നങ്ങൾ. ഇപ്പോൾ ഖാദൽ ഫഖ്റ കുഫ്ര എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയല,
അപ്പോൾ ഒരുപക്ഷെ അതാകാം, ദാരിദ്ര്യമാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഇതുപോലുള്ള അവഗണനകളാകാം. അപ്പോൾ ഞാനും മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു വിഷയത്തിലും ഞാൻ മനസ്സിലാക്കുന്നത്, ഇസ്ലാമിൻ്റെ ആശയങ്ങളല്ല നമ്മൾ എതിർക്കാൻ മുസ്ലിംസിനെ എതിർക്കാൻ പ്രേരിപ്പിക്കുന്നത്. പലപ്പോഴും അവർ ചിലപ്പോൾ സമൂഹത്തിൽ അനുഭവിച്ച ചില പ്രശ്നങ്ങളായിരിക്കാം, ആരിൽ നിന്നോ അനുഭവിച്ച ചില പ്രശ്നങ്ങളായിരിക്കാം. പിന്നെ മൊത്തത്തിൽ പിന്നെ അതിൻ്റെ പേരിൽ ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകളുടെ പ്രഭാഷണങ്ങൾ, ഇപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് ഓറിയന്റലിസ്റ്റുകളുടെ സംഗതികളൊക്കെ എടുത്തിട്ട് അവർ ഛർദ്ദിക്കുന്നു. അപ്പോൾ അവരുടെ സെക്കൻഡറി ഫോമുകൾ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ പറയുന്നു ആ സാധനം. പക്ഷെ മാത്രമല്ല, അന്ന് വേറൊരു തമാശ ഉണ്ട്. പിന്നെ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചെന്താ വെച്ചാൽ, ഈ സുനിൽ മാഷും ജബ്ബാറൊക്കെ ഒരേ കാറ്റഗറിപ്പെട്ട ആളുകളെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇപ്പോൾ ശരിയായിരിക്കും, പറയുമ്പോൾ ശരിയായിരിക്കും. പക്ഷേ കാരശ്ശേരി മാഷ്, ജാമിദ ടീച്ചർ, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. ജാമിദ ടീച്ചർ, ജബ്ബാർ, സുനിൽ, അങ്ങനെയൊക്കെ സാധനം വിചാരിച്ചിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ, ഈ പിന്നെ ഇപ്പം സംഘപരിവാറുകാർ ഇപ്പോൾ ശശികല ഇപ്പം നേരിട്ടിട്ട് വന്നിട്ട് ഇസ്ലാമിനെ ചീത്ത ആരും കേൾക്കാനില്ല. അപ്പം ഇനിയിപ്പോൾ ഈ രവിചന്ദ്രനെ പോലെ ഇപ്പോൾ ഈ സുനിൽ മാഷൊക്കെ ഓൾറെഡി ഇങ്ങനെ സംഗതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിയിലേക്ക് കയറിയിട്ട് ഇപ്പോൾ രവിചന്ദ്രനെ പോലെ ഒരാൾ യുക്തിവാദി എന്നുള്ള വേഷത്തിൽ സംഘപരിവാർ അവതരിപ്പിക്കുമ്പോൾ അപ്പോൾ അത് കേൾക്കാൻ സ്വാഭാവികമായിട്ടും കോമൺ ആയിട്ടുള്ള ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഉണ്ടാവും. കാരണം യുക്തിവാദമല്ലേ പറയുന്നത്, ഇസ്ലാമിന് മതത്തെക്കുറിച്ചാണ് ആക്ഷേപിക്കുന്നത്. അപ്പം ആ ഒരു ഗ്യാപ്പ്, ആ ഒരു അവസരമാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്തുണ്ടായ ചില അവസരങ്ങളാണ് ഈ നാസ്തികർക്കായാലും പിന്നെ അതിലൂടെ അവർ വളർത്തുന്ന എക്സ് മുസ്ലിംസിനൊക്കെ അവസരം ഉണ്ടായെന്നാണ് എൻ്റെ ഒരു വീക്ഷണം. ഓക്കെ. അപ്പോൾ ആ രൂപത്തിൽ ഒരു ഇസ്ലാമിനെ അടക്കം രൂക്ഷമായി എതിർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ ആ ഒരു സമയത്തുള്ള ഒരു മാനസികാവസ്ഥ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം മതം എന്ന് പറഞ്ഞാൽ കേവലമായ കുറച്ച് ആശയങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിത രീതിയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ചെറുപ്പകാലം തൊട്ടേ മതത്തിൽ അല്ലെങ്കിൽ മതത്തിന്റെ രീതിയിൽ അനുസരിച്ച് ജീവിച്ച് പോകുന്നിരുന്ന ഒരാൾ ഈ രൂപത്തിലേക്ക് പെട്ടെന്ന് മാറുകയാണ്. അപ്പോൾ ആ സമയത്തുള്ള ഒരു ജീവിതം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്തുള്ള ഒരു മനസ്സ് എങ്ങനെയായിരുന്നു? മനസ്സ് ഓൾറെഡി നമ്മൾ മതവിരുദ്ധമായി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇസ്ലാമില്ല, പിന്നെ ഒന്നുമില്ല. പിന്നെ നമ്മളിങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള ജീവിതം, പിന്നെ പക്ഷേ ബാഹ്യമായിട്ടുള്ള ജീവിതം ചെയ്യാൻ വീട്ടിൽ നിന്ന് നിസ്കരിക്കാം. കാരണം വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റില്ല, ഭക്ഷണം കിട്ടണ്ടേ. പിന്നെ നോമ്പ് വലിക്കും. നോമ്പ് വലിക്കുന്ന വെച്ചാൽ ആരും വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷെ വീട്ടിൽ നിന്ന് പിഴച്ചൊക്കെ എണീക്കും, നോമ്പ് ഉറക്കാൻ അവരെ കൂടെ ഇരിക്കും, വേണമെങ്കിൽ തറാവീക്കും പോവും. അപ്പം എനിക്ക് വേറെ അനുഭവം എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും അത് അനുഭവിച്ചിട്ട് ഞാൻ എന്നെ തന്നെ അനുഭവം പരിഹസിച്ചിട്ടുണ്ട്. വലിയ പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ പഠിച്ചോനെ എന്നതിന് പെട്ടുപോയി ശരിയാക്കി കൊണ്ടാ പഠിച്ച, ഞാൻ പലപ്പോഴും അങ്ങനെ തോന്നുന്നിട്ടുണ്ട്. കാരണം അത് നമ്മൾ ശീലമായി ആ ഒരു സമയത്ത് എന്താ ചെയ്യാന്നുള്ള സമയത്ത്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചില ഗതികെട്ട സമയത്തൊക്കെ ഞാൻ പഠിച്ചവനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓർമ്മയുണ്ട് പല സാഹചര്യങ്ങളിലും. രക്ഷപ്പെട്ടാൽ മലബാറിലെ ഒരു പാലം കിടക്കോളം നാരായണെന്ന് പറയുന്ന. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ പോകുന്നു. പിന്നെ പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രശ്നത്തിനും അവനൊരു സമാധാനം നൽകുന്ന ഒരു എലമെന്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാഴ്ച പരിമിതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതുപോലെ മറ്റു പല പരീക്ഷണങ്ങളും ഒരു പക്ഷേ എല്ലാവർക്കും ഉള്ളതുപോലെ ഉണ്ടായേക്കാം. അപ്പൊ അവിടെയൊക്കെ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ ആശ്വസിക്കാനും അതുപോലെ തന്നെ അവന് പ്രതീക്ഷിക്കാനും ഒരു എൻറ്റിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിന് മോട്ടിവേഷൻ ഉണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷെ അത് ഒരു പക്ഷേ ഒരു മതരാഹിത്യത്തിൽ ഉണ്ടോ, അല്ലെങ്കിൽ എന്തായിരിക്കും ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇത്തരം പരീക്ഷണങ്ങളെ തരണം ചെയ്യാനും എന്തായിരിക്കും നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? ഇത് വേറെ ഞാൻ ഇങ്ങനെ മൈത്രേന്റെ ഒക്കെ പ്രസംഗം കേട്ടപ്പോഴേ ഒരു ഘട്ടത്തിൽ മൈത്രേനെ ആശ്രയിക്കാൻ നോക്കി. പക്ഷെ മൈത്രേൻ എനിക്ക് എത്രയായിട്ട്, മറ്റവരൊക്കെ ഓക്കെ, പക്ഷെ മൈത്രേൻ്റെ ആശയം എനിക്ക് എത്രയായിട്ട് അത് കണ്ട് ദഹിക്കുന്നില്ല. കാരണം ഇപ്പം കുറച്ച് കണ്ട ഒരു ആളെ കൂടെ ജീവിക്കുക, അയാളെ ഒഴിവാക്കി മറ്റൊരാൾ ജീവിക്കുക. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, മനുഷ്യനും മൃഗം തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? ഇത് തന്നെയല്ലേ ഇപ്പോൾ ഖുറാനും പറയുന്നത്. പക്ഷെ അപ്പോഴൊന്നും എനിക്കിതിൻ്റെ പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന പിന്നെ ആശ്വാസമില്ലാത്ത പ്രശ്നം അപ്പം അനുഭവപ്പെടുന്നത്. കാരണം അപ്പം നമ്മൾ പ്രത്യക്ഷത്തിന് മതം ഉണ്ടല്ലോ. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ഞാൻ അനുഭവിച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എത്തിയപ്പോഴാണ്. അത് യൂണിവേഴ്സിറ്റി എത്തിയപ്പോൾ നമ്മൾ പക്കായിട്ട് നമ്മൾ ഈ പറഞ്ഞ സാധനം നമ്മൾ ജീവിക്കാൻ തുടങ്ങി. ലിബറൽ ആശയത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു നല്ല സ്വതന്ത്രമായൊരു കാലാവസ്ഥ, ആരും നമ്മളെ തടുക്കാനില്ല, ആരും പറയാനില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റലിൽ കയറി വരാം, ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങിപ്പോവാം, ആരെക്കൂടെയും പോവാം, ആരെയും കൂടെ വരാം, എന്തും പറയാം, എന്തും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കൂത്താടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടായിരിക്കും, ചിലപ്പോൾ കുറച്ചാണ്ട് പോയാൽ കാണുമായിരിക്കും ചിലപ്പോൾ. ഞാനത് കേൾക്കുന്നവരോട് ഉപകാരമാവട്ടെ എന്ന് ഞാൻ പറയുന്നതാണ്. അപ്പോൾ പിന്നെ ആ ഒരു കാലത്ത് ശരിക്കും കുറേ ആയപ്പോൾ അങ്ങനെ ചിന്തിച്ചിരുന്നു, അടച്ചാനതിപ്പോൾ നമുക്കൊരർത്ഥമില്ലല്ലോ, എന്തിനു നമ്മൾ ജയിക്കുന്നു. പിന്നെ മാത്രമല്ല ഒരു മനസ്സിലിങ്ങനെ ഒരു പിരിമുറുക്ക് അനുഭവപ്പെട്ടു. ഞാൻ കുറേ കാലം പ്രത്യക്ഷമായിട്ടുള്ള മതം ഒഴിവാക്കിയോണ്ടായിരിക്കാം.
അപ്പോൾ എനിക്കൊരു പിരിമുറുക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനപ്പോൾ ചിന്തിച്ചിരുന്നു, ഇത് KN ഒരിക്കൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരു വിശ്വാസിക്ക് പടച്ചവനോട് പറയാം, പടച്ചവനെ ഞാൻ പ്രയാസം, പക്ഷെ മറ്റൊരാൾക്ക് ഇപ്പോൾ ഒരു സുഹൃത്തിനോട് പറയുന്നതിന് നമ്മളെ പ്രയാസങ്ങൾ പറയുന്നതിന് നമുക്ക് പരിധി ഉണ്ടല്ലോ. എല്ലാതും നമുക്ക് നമ്മളൊരു സുഹൃത്തിനോട് പറയാൻ പറ്റില്ലല്ലോ, പരിധി ഉണ്ടല്ലോ. അപ്പം അപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, പടച്ചവൻ എന്താണ് ഇതിനൊരു ഇങ്ങനെ ഇപ്പോൾ പോയാൽ എന്താണ്. പക്ഷെ അങ്ങനെയുള്ളൊരു സ്പാർക്ക് ശരിക്കും എന്നെ തിരിച്ചു വരാനൊക്കെ പറയും, അങ്ങനെ ഒരു സാധനമായിരുന്നു. ഓക്കെ. അപ്പോൾ ആ രൂപത്തിൽ കോൺഫ്ലിക്റ്റുകൾ അനുഭവിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കുറച്ചും കൂടി നല്ല സ്വാതന്ത്ര്യവും ലിബറലിസവും അല്ലെങ്കിൽ ലിബറൽ ആശയങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. പിന്നെ എവിടെ നിന്നാണ് ഈ ഒരു തിരിച്ചുവരവിന്റെ ഒരു തുടക്കം എങ്ങനെയാണ്? തിരിച്ചുവരവിന്റെ 3 ഘട്ടങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്, 3 ഘടകങ്ങൾ. ഒന്നാമതായിട്ട് വെച്ചാൽ എനിക്ക് ഈ മതം വിട്ടപ്പോഴും എൻ്റെ ഉള്ളിൽ ചില സാധനങ്ങൾ, അതായത് ഞാൻ രഹസ്യമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഖുറാൻ ഇങ്ങനെ കേൾക്കും വെറുതെ. എനിക്കത് ന്യായീകരണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഷെയ്ഖ് മാഹിർ മൈക്കലി, ഷെയ്ഖ് സുദൈസി, അപ്പോൾ ഇവരുടെയൊക്കെ ഖുറാൻ പാരായണം ഇങ്ങനെ, പിന്നെ മിഷാരി അഫാസി, ഇവരുടെയൊക്കെ ഖുറാൻ പാരായണം. അപ്പം എന്നെ ന്യായീകരിക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാനൊരു ലിറ്ററേച്ചർ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ലിറ്ററേച്ചർ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തും കേൾക്കാം എന്നാണ് ഞാൻ എന്നെ സ്വയം ന്യായീകരിക്കുക. സാഹിത്യം ആസ്വദിക്കുക എന്നുള്ളത് മാത്രം. അപ്പം ഞാൻ എന്നെ സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയും. പിന്നെ അറബി നഷീദകൾ ഇങ്ങനെ കേൾക്കും, അതിനോടൊക്കെ ഒരു കമ്പുണ്ടായിരുന്നു. അതിങ്ങനെ കേൾക്കുമ്പോൾ അതിൽ നിന്നൊരു സുഖം. പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഞാൻ മുഹമ്മദ് അസദിൻ്റെ റോട്ടുമൊക്കെ അങ്ങനെ വായിച്ച്, അപ്പം അതിൽ നിന്ന് കിട്ടിയ ചില മുപ്പരുടേതായിട്ടുള്ള ചില തോട്ട്സുകൾ, മുപ്പര് ഇസ്ലാമിനെ എങ്ങനെയാണ്, പിന്നെ അത് കാലാനുസൃതമായിട്ടുള്ള കുറേ ഇസ്ലാമിൻ്റെ വായനകളൊക്കെയാണ് അതിൽ മുപ്പര് പറയുന്നത്. അപ്പം അത് ഇങ്ങനെ കുറച്ച് ക്യാച്ച് ചെയ്തിരുന്നു. അപ്പം ഈ ഒരു ഘടകമാണ് ഈ പുസ്തകങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ എനിക്ക് തോന്നുന്നത് ഇതുപോലെ ഖുറാൻ പാരായണങ്ങളുടെ ഒക്കെ ഒരു കേൾക്കൽ, ഇതൊക്കെ ഒരു തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവും. പിന്നെ യൂണിവേഴ്സിറ്റി എത്തിയപ്പോൾ കുറച്ച് ഞാൻ മാറിയത്, അതായത് ഈ ഞാൻ പക്ക ലിബറലായിട്ട് ജീവിക്കുമ്പോൾ തന്നെ, അതായത് ഇങ്ങനെ ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങനെ ചിന്തിച്ചു, അതായത് നമ്മളിങ്ങനെ ഇസ്ലാമിനെ കടന്നാക്രമിക്കേണ്ടതൊന്നുമില്ല, ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിരുന്നു. അതിൻ്റെ കാരണം എന്തായിരുന്നു? കാരണം ഇവിടെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലം ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഒരു ഇസ്ലാമിക് ഫോബിക് ആയിട്ടുള്ള ഒരു സാഹചര്യം അല്ലാതെ ഉണ്ടല്ലോ. പിന്നെ നമുക്കറിയാം ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ ഒരു ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഇപ്പം ഞാൻ സ്റ്റാൻഡ് ഇങ്ങനെ മാറി. അപ്പോൾ ഞാൻ ഒരു KN ഒരു പോസ്റ്റിൽ ആ ഒരു ലെവലിലെത്തി. KN PJ വിൻസെൻ്റ് ഇങ്ങനെ കുറേ ആ ഒരു ലെവലുണ്ടല്ലോ, ആ ഒരു ലെവലിലെത്തി. അതായത് ഇസ്ലാമിനെ നമ്മളങ്ങനെ കടന്നാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഇസ്ലാമുമായിട്ട് ചേർന്ന് പോകുന്ന ഭാഗങ്ങളിൽ ചേർന്ന് പോകാം. അവരിവിടെ ന്യൂനപക്ഷമാണ്, അപ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ബേസ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം, അവരെ പിന്നെ ആ ഒരു ഇസ്ലാം ഫോബിക്കിനെതിരെ നമുക്ക് സംസാരിക്കാം എന്നുള്ള ലെവലിൽ ഞാൻ എത്തിയിരുന്നു രാഷ്ട്രീയപരമായിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഇസ്ലാം ഫോബിനെ എതിർക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഒന്നൊരു നാടകം ഉണ്ടായിരുന്നു, ഒരു ഇവിടെ നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഇവിടെ ഈ കേരള കലോത്സവിൻ്റെ സ്റ്റേറ്റ് പ്രോഗ്രാം കോഴിക്കോട് നടക്കുമ്പോൾ ഒരു നാടകം ഉണ്ടായിരുന്നു, ഒരു തീവ്രവാദ വേഷത്തിൽ കമീസും കഫിയൊക്കെ ഇട്ടിട്ട്. സത്യത്തിൽ അന്ന് മുതലാണ് ഞാൻ ഇത് എൻ്റെ ഒരു ഔദ്യോഗിക വേഷമാക്കാൻ തുടങ്ങിയത്. അതിനെതിരെയുള്ള ഒരു പിന്നെ അതിങ്ങനെ ഔദ്യോഗിക വേഷമായി മാറി. ഞാൻ ആദ്യം പക്കത്തിൽ ഇങ്ങനെ ഇട്ടിരുന്നു, ഇങ്ങനെ വട്ട കിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സുഹൃത്തുക്കൾ ആരോ പറഞ്ഞ് അങ്ങനെ പക്ക വട്ട ഇടണ്ട, നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി, പക്ക വട്ടിട്ട് അത് ഫോട്ടോയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം, മറ്റേത് അങ്ങനെ വേണ്ടെന്നൊക്കെ പിന്നെ സുഹൃത്തുക്കളുടെ നിർദ്ദേശം പിന്നെ എങ്ങനെ ആക്കിയത്. അപ്പോൾ ആ ഒരു സമരം ഒരു ഭാഗത്ത് ഇസ്ലാം ഫോബിക്കിനെതിരെയുള്ള ഒരു പക്കമായിട്ടുള്ളൊരു എതിർപ്പ്, പിന്നെ ഒരു അറബ് വിരോധത്തോടുള്ളൊരു എതിർപ്പ്, ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ ഈ 2 ഘടകങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ആത്മീയ സ്പിരിച്വലായിട്ടുള്ള സാധനം, ഖുറാൻ്റെ ഒരു സാധനം. മറ്റൊരു ഭാഗത്ത് പിന്നെ മൂന്നാമത്തെ ഒരു ഘടകം എന്താ വെച്ചാൽ അത് പിന്നെ പെട്ടെന്ന് ഇതിലേക്ക് എത്തിച്ചായിരിക്കും. ഇതിങ്ങനെ കൺവേർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ ഇടയ്ക്ക് പിന്നെ അവിടുന്ന് കാലിക്കറ്റ് എന്നൊക്കെ പറയുന്നത്, അടുത്ത ഫ്രണ്ട്സുകളൊക്കെ പറയും, എനിക്കെന്താണെന്നറിയില്ല, ഉള്ളിൽ എന്നെ ആരോ പിടിച്ചു വലിക്കുന്ന പോലെയൊക്കെ തോന്നി, എനിക്കൊരു ഇത് കിട്ടുന്നില്ല, എനിക്കിപ്പോൾ നിലവിലുള്ള എന്തൊക്കെ എനിക്ക് സുഖം തോന്നില്ല എന്നൊക്കെ ഇടയ്ക്ക് അവരോട് പറയും. ഇതൊരു ഗ്രാജുവലായ ചേഞ്ച് ആണോ ഈ പറഞ്ഞ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്? അല്ല പെട്ടെന്ന് സംഭവിക്കുന്നതാണോ? അല്ല മെല്ലെ. അതായത് ഖുറാന്റെ ഈ സംഗതികളൊക്കെ ഒരു പിന്നെ കോവിഡിന്റെ അവസാന ഘട്ടങ്ങൾ മുതൽ യൂണിവേഴ്സിറ്റിയുള്ള ഘട്ടങ്ങളാണ് ഈ ഖുറാനുമായിട്ടുള്ള സംഗതികളൊക്കെ, ഈ നിഷീദകളുമായിട്ടുള്ള ബന്ധമൊക്കെ. യൂണിവേഴ്സിറ്റി എത്തിയ മുതലാണ് ഈ ഇസ്ലാമോഫോബിക്കിനെതിരെയുള്ള സാധനമൊക്കെ വരുന്നത്. അത് അതിന് മുമ്പൊക്കെ ഞാനും ഇസ്ലാമോഫോബിക്കായിരുന്നു. അപ്പോൾ പിന്നെ യൂണിവേഴ്സിറ്റി എത്തിയപ്പോൾ ഈ സാധനം 2 സാധനങ്ങൾക്ക് പുറമെ വേറെ സംഗതി ഉണ്ടായെച്ചാൽ, ഞാൻ എൻ്റെ ഒരു ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത്, ലേഡി ആയിരുന്നു, ഞങ്ങൾ ഒന്നിച്ച് വെച്ചാൽ പക്ക ഇങ്ങനെ എടുത്തു നിന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. ലിബറൽ, നമ്മളെ പക്ക ലിബറലാണല്ലോ നമ്മുടെ ആശയമല്ലേ അത്.
അപ്പോൾ ഞാൻ എന്നിട്ട് പെശക് പറ്റിയെന്ന് വെച്ചാൽ ഒരിടയ്ക്ക് അത് തൊഫിക്കായി. പക്ഷേ അന്നത്തെ ആലോചിക്കും ഒരു പെശക് പറ്റിയിട്ട് ഞാൻ സാധാരണ ഇൻസ്റ്റഗ്രാമിലാണ് ഇങ്ങനത്തെ ഫോട്ടോകളൊക്കെ വിടാൻ ആഗ്രഹിക്കുക. ഇൻസ്റ്റഗ്രാമിലിട്ടാൽ വലിയ പ്രശ്നമില്ലല്ലോ, ആരും ഓൾറെഡി അവിടെ ആ ഒരു വൈബാണല്ലോ, ആ ഒരു വൈബല്ലേ ഉള്ളത്. അപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഓട്ടോ കണക്റ്റഡ് ആയത് ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്മളെ സുഹൃത്തുക്കൾ ആരോ എനിക്ക് സുഖമാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താണ് അത്. അവരിൻ്റെ പ്രയാസം മനസ്സിലാക്കിയിട്ട് ഒന്നിലിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരാരും ആക്കി വെച്ചാണ്, അവരെന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് രാത്രി പോയിട്ട് ഈ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് എന്തെങ്കിലും ക്യാപ്ഷൻ ഇതിന് നമുക്കൊന്നായി അല്ല നമുക്ക് പരസ്പരം ഊന്നുവടികളായി നിൽക്കാം എന്ന് പറഞ്ഞിട്ട്, അതും എനിക്കറിയാലോ ഒരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ച ഒരാള് ക്യാപ്ഷൻ കൊടുത്തിട്ട് ഫോട്ടോ വിടുക. പിറ്റേന്ന് രാവിലെ എൻ്റെ ഇപ്പോൾ പെങ്ങളുടെ മെസ്സേജ് എന്നിട്ട് എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഷോക്കായിപ്പോയി ഇങ്ങനെയാണ്. അപ്പം ഞാൻ വെച്ചാൽ ഓൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരിക്കും, ഞാൻ പ്രതികരിക്കാൻ പോയില്ല. പിന്നെ ഫേസ്ബുക്ക് തുറന്നു നോക്കിയപ്പോൾ കുറേ ലൈക്കുണ്ട്, ഇഷ്ടംപോലെ കമൻ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ബാപ്പ വിളിച്ച്, കാരണം നാട്ടിലത് കത്തി. നാട്ടിൽ കത്തി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എതിരാളികൾക്ക് ഒരു സാധനം കൂടി കിട്ടിയല്ലോ. കാരണം നാട്ടിൽ CPM എന്നുള്ളൊരു മതത്തെ ബേസ് ചെയ്ത് നിൽക്കുന്നൊരു സാധനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എതിരിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്തു, പിന്നെ CPM മതത്തിന് എതിരാണെന്ന് പറയാനൊരു സാധനം കിട്ടി. കാരണം നിലവിൽ പിന്നെ ഒരു കാലത്തെ താന്നൂർ ഏരിയ കമ്മിറ്റി പ്രവർത്തിച്ച ഒരാളും കൂടിയാണല്ലോ ഞാൻ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആഴുതായിരുന്നു. അവരതെടുത്ത് നന്നായിട്ട് അവർ വർക്ക് ചെയ്തു. അപ്പോൾ ഞാനിത് അവളോട് പോയി പറഞ്ഞു, പിന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്, ഇപ്പോൾ ക്രിസ്മസ് ലീവ് വരികയാണ്, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, എന്താ ഇപ്പം ചെയ്യുക. അപ്പോൾ അവൾ അന്ന് എന്നോട് പറഞ്ഞ പ്രശ്നമില്ല, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് കേട്ടോ. അവൾ പറഞ്ഞു നമുക്ക് പൈസ ഉണ്ടല്ലോ, കുറച്ച് നമുക്ക് എന്താ ചെയ്യുക, എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് കറങ്ങി അടക്കാം. 10 ദിവസമല്ലേ, 10 ദിവസമൊക്കെ എവിടെയെങ്കിലും നമുക്ക് കറങ്ങി തീർക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം, ലീവ് തുറക്കുമ്പോഴേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി വീട്ടിലേക്കില്ല, ഇനി യൂണിവേഴ്സിറ്റി പഠനം ചെയ്യുന്നവരെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ തങ്ങാമെന്നാണ് എൻ്റെ ധാരണ. പക്ഷെ വലിയ തമാശ, ഞാൻ ഈ ലീവിൻ്റെ തലേന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരാൾ വിളിച്ച്, പിന്നെ എന്താണ് നമ്മളെ പോക്ക്, എന്ത് പോക്ക് ചോദിച്ചു. അല്ല നാളെ നമ്മളിങ്ങനെ പോക്ക് തീരുമാനിച്ചെന്നല്ല, അല്ല എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, അമ്മനെ കാണണം. നമുക്ക് ഉമ്മിപ്പില്ലാത്തല്ലോ, നമ്മളിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ലേ ആളെ വിളിച്ചത്. അങ്ങനെ ഒരു മറുപടി ഇത്രയും പോലെ നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ കൂടെയൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇയാൾ പറയുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് കുറേ ചിന്തിച്ച്, സ്വാഭാവികമായിട്ട് ഞാൻ സമുദായത്തെക്കുറിച്ച് ചിന്തിച്ച്, കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ച്, അവർ എത്ര സ്നേഹമുള്ളവരായിരുന്നു. പക്ഷെ അവർക്ക് ഒരു ഘട്ടത്തിൽ അവരിങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണല്ലോ, പക്ഷെ അവർക്ക് നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലോ അവരിങ്ങനെ നമ്മളെ വിഷയത്തിൽ അവരിങ്ങനെ ഇടപെടുന്നത്. പക്ഷെ ഇവരെ താൽക്കാലികമായിട്ടാണ് ഇവരെ നമ്മളെ സൂചിപ്പിക്കാണ്ടാവുന്നത്. പക്ഷെ ഇവർ ആ താൽക്കാലിക സുഖം അല്ലെങ്കിൽ ആ താൽക്കാലിക സന്തോഷം കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഇവിടുന്ന് പോവുക. പിന്നെ അവരില്ലേ, നമ്മളില്ല, നമ്മൾ വേറെ, അവർ വേറെ. അപ്പോൾ ഇത് എന്താണ് ലിബറലിസത്തിൻ്റെ ആ ഒരു സ്വാധീനമാണത്. കാരണം അവനവനിസാണല്ലോ ലിബറലിസം എന്ന്, അത് കഴിഞ്ഞാൽ ഇല്ല. ഇപ്പം ഇത്രയും തന്നെ പറയുന്നത് അതാണല്ലോ, ഇന്ന് നാളത്തെ അങ്ങനെ ഒരു സാധനമാണല്ലോ, ഒരു കടപ്പാട് എന്ന സാധനം ഒന്നും അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഞാനത് ശരിക്കും ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കി. കാരണം ഇത് ഈ ഒരു സ്വാധീനം കൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇരുന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ പിന്നെ ഇസ്ലാമിൽ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ ഒരു സൗഹൃദ ബന്ധത്തിനുണ്ടാകുന്ന, ഇസ്ലാമിലുള്ള ബന്ധങ്ങൾക്ക് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു മൂല്യങ്ങൾ, അതിൻ്റെ ഒരു വാല്യൂസുകളൊക്കെ ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ ബാപ്പക്ക് വിളിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോഴും ഞാൻ പൂർണ്ണമായിട്ട് ഇങ്ങനെ മാറി വരുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, സ്വാഭാവികമായിട്ട് ഇങ്ങനെ കുറച്ചും കൂടിയൊക്കെ ഞാൻ ആരാധന നിസ്കാരം വീണ്ടും തുടങ്ങി. പിന്നെ ആ ഒരു ലളിതത്ത്, ആ ഒരു മധുരം നമ്മളെ വീണ്ടും ഇങ്ങനെ അതൊരു അത് അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കുറേ ദിവസമായിട്ട് ചെയ്യുക. പിന്നെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ ഒരു റാഹത്ത് തോന്നും. അപ്പോൾ ആ ഒരു തന്നെ പിന്നെ തിരിച്ച് എന്നെ ഇങ്ങോട്ട് വരാനും തിരിച്ച് പ്രബോധന രംഗത്തൊക്കെ അങ്ങനെ കറങ്ങാനൊക്കെ എന്നെ പ്രേരിപ്പിച്ച് അതാണ് ഉണ്ടായത്. അതിൽ ഇങ്ങനെയുള്ളൊരു കുറച്ച് വ്യക്തി അനുഭവങ്ങളും അതേപോലെ തന്നെ പിന്നെ ആ രൂപത്തിലൊക്കെ കുറച്ച് പതിയെ ഇസ്ലാമിലേക്ക് ഒന്ന് മുസ്ലിങ്ങളോടുള്ള ഒരു അനുഭവം, മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ അവരോടുള്ള ഒരു അനുഭവം, പിന്നെ കുറച്ച് വ്യക്തിപരമായ അനുഭവങ്ങൾ, ഇങ്ങനെ പതിയെ മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും അടുത്ത് വരികയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അപ്പോഴും നമ്മൾ ഏറ്റവും വലിയ മൂല്യങ്ങളായി മനസ്സിലാക്കുന്ന, അതാണ് ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അത്തരത്തിലുള്ള ലിബറൽ ആശയങ്ങൾ, നേരത്തെ പറഞ്ഞ ജെൻഡർ പൊളിറ്റിക്സ്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. നമ്മൾക്ക് മുസ്ലിങ്ങളോട് പിന്നെ ഈ രൂപത്തിൽ രാഷ്ട്രീയപരമായി ഐക്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടോ, ഈ പറഞ്ഞ വ്യക്തിപരമായ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ടോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയാണ് അത് പരിഹരിച്ചത്? അല്ലെങ്കിൽ അതിലേക്ക് ഞാൻ വരുന്നത്,
അത് ഒരു ചോദ്യമായിരുന്നു സത്യത്തിൽ കേട്ടോ. ഉം. അതായത് തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ, അതായത് എനിക്ക് അപ്പോഴൊക്കെ വരണമെന്നുണ്ട്, പക്ഷെ വരുമ്പോൾ ഞാൻ ചിന്തിച്ച് ഓക്കെ ഇസ്ലാമിലേക്ക് പോകാം, ഇസ്ലാം സ്വീകരിക്കും. പക്ഷെ ഇങ്ങനെ കുറച്ച് സംഗതി ഉണ്ടല്ലോ, കാരണം നമ്മൾ സ്ത്രീ പുരുഷന് മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്. ഉം. ഇങ്ങനെയൊക്കെ ബാഹ്യമായിട്ട് പുരുഷനാണെന്ന് തോന്നുമെങ്കിൽ ഉള്ളിൽ സ്ത്രീയായിട്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്, പുറത്ത് സ്ത്രീയാണെങ്കിൽ ഉള്ളിൽ പുരുഷനാന്നുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആണല്ലോ യാഥാർത്ഥ്യങ്ങൾ. ഉം. അപ്പോൾ ഇതൊക്കെ പിന്നെ ഫെമിനിസം ഉണ്ട്, ഫെമിനിസത്തെ ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്യുന്നു. ഉം. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത്തരം ആശയങ്ങളോട് ഇസ്ലാമിന് എന്ത് പറയാനുണ്ട്? ഉം. അപ്പോൾ ഇതും ഇങ്ങനെ തമ്മിലിങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ചിലരോടൊക്കെ ചോദിച്ചു. ഉം. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു നമുക്ക് അങ്ങനെയല്ലല്ലോ, നമുക്ക് അള്ളാഹു റസൂലും പറഞ്ഞല്ല നമുക്ക് സത്യം. ഉം. അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് കേൾക്കുക. അപ്പോൾ അവർക്ക് അങ്ങനെ പറയാം, അവർ സാധാരണ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഉം. പക്ഷെ നമ്മൾ ക്യാമ്പസിൽ ഒരു വലിയൊരു വിഭാഗം ആളുകൾ ഐഡന്റിഫൈ ചെയ്ത് ജീവിക്കേണ്ടവരാണ്. ഉം. ഉം. അപ്പം ഞാൻ ആ അവരോട് ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. ആ, അത് അതെ, അതെ. കേവലം അല്ല പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അതെ, അതെ, തൃപ്തിപ്പെടുന്നില്ല. അതെ, അത് സാധാരണ നമ്മളെ വീട്ടിലേക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് മതി. ഉം. ഉം. പക്ഷെ നമ്മളങ്ങനെയല്ലല്ലോ, നമ്മളൊരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന, ക്യാമ്പസിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉം. അവർക്ക് എത്ര ആളുകൾ പലരും നമ്മോട് ചോദിക്കും ഉം. എങ്ങനെ ഇതിനെ പറ്റി. അപ്പം നമുക്ക് അവരോട് എന്ത് പറയാം, അവരോട് ഇത് പറഞ്ഞിട്ട് അവർക്കും എന്ത് കാര്യമുണ്ടോ? ഉം. അപ്പം ഞാനിങ്ങനെ കുറേ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച്. അപ്പം പിന്നെ പ്രധാനമായിട്ട് ഇതിന് കാരണം ഉണ്ടായ വേറെ സംഭവം ഉണ്ടായിരുന്നു എൻ്റെ അടുക്ക്. ഉം. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തനുമായിട്ടൊരു ചെറിയൊരു ഒരു 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 തർക്കം ഉണ്ടായിരുന്നു. ഉം. അവനൊരു പക്ക അരാജകവാദി എന്ന് പറഞ്ഞ ലിബറലിസത്തിനപ്പുറത്തേക്ക് ഉം. ഈ പറയുന്ന മൈത്രേയൻ്റെ ഒക്കെ ഒരു വാദമാണ്. അവൻ്റെ ഒക്കെ ഒരു വാദപ്രകാരം സ്ത്രീകൾ അയച്ചിച്ച് നടന്നാലൊന്നും പ്രശ്നമില്ല, അങ്ങനത്തെ ഒക്കെ ഒരു വാദമാണ്. ഉം. അപ്പോൾ അവനൊരിക്കൽ എന്നോട് ചോദിച്ച്, പിന്നെ ഒരിക്കലും ഒരു അതിൻ്റെ മാറി വരവൊക്കെ അവരെ അറിയാം. ഉം. അപ്പം എന്നോട് ഒരിക്കലും ചോദിച്ചു, ഈ മുമ്പ് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, അതിൻ്റെ നേരെ എതിർ ചേരിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഉം. ഞാൻ പറഞ്ഞു അതെ. ഉം. എന്തുകൊണ്ടാണ്? നമ്മൾ എനിക്കതാണ് സത്യം എന്ന് ബോധ്യപ്പെട്ടു. ഉം. അപ്പോൾ എന്തുകൊണ്ട്? അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റുക? ഉം. അപ്പോൾ ഞാൻ അവനക്ക് സൂറത്തിൽ അലക്കിനെ പറ്റിയിട്ടും ഇസ്ലാം ശാസ്ത്രം അങ്ങനെ കുറേ സംഗതികളൊക്കെ പറഞ്ഞു കൊടുത്ത്. ഉം. അപ്പോൾ അതിലൊന്നും അവനക്ക് ഒരു നിൽക്കാനൊരു ബേസ് കിട്ടുക, കാരണം അവൻ്റെ ലിറ്ററേച്ചർ വിദ്യാർത്ഥിയല്ലേ. ഉം. ഉം. അപ്പോൾ എനിക്ക് സയൻസ് ആയിട്ട് ബന്ധം ഉണ്ടായിക്കണമെന്നില്ല. ഉം. ഉം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്നോട് ഒറ്റൊരു കാര്യം ചോദിക്കുന്നുള്ളൂ പറഞ്ഞു. ആ ചോദിക്കുകയാണ്, ഒരു സ്ത്രീ അടിവസ്ത്രം മാത്രം ഇട്ടിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുന്നു, ഉം. അതിന് ഇസ്ലാമിൻ്റെ വിധി എന്താ? ഉം. ഞാൻ പറഞ്ഞു മുസ്ലിമുകളെ കുറിച്ചല്ലേ ഈ പറയുന്നത്? അതെ, ഒരു മുസ്ലിമിന് അതിനുള്ള അനുവാദമില്ല. ഉം. മുസ്ലിമിന് അതിൻ്റേതായിട്ടുള്ള ചില സ്ട്രക്ചറുകളുണ്ട്. ഉം. മുസ്ലിമീങ്ങൾക്ക് മറക്കേണ്ടത് അതിന് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിൽക്കും അതിൻ്റെ സ്ട്രക്ചറുകളുണ്ട്. ഉം. അപ്പോൾ പറഞ്ഞ്, അപ്പോൾ എന്നെ കുറേ ഇട്ടെന്ന് ഇങ്ങനെ നമ്മളെ അത്രയ്ക്ക് മോശമാക്കിയിട്ട് സംസാരിച്ച്, ഉം. ഈ പിന്നെ ഈ കാലത്ത് ജീവിക്കേണ്ട ആളല്ല, ഉം. പ്രാകൃതൻ. പ്രാകൃതനാണ്, 6-ാം നൂറ്റാണ്ടുകാരനാണ്, എന്നോട് ഞാൻ സംസാരിക്കണില്ല ഉം. എന്നൊക്കെ പറഞ്ഞ് അവന് എന്നെ അവഹേളിച്ച് സംസാരിച്ച്. ഉം. എന്ന് മാത്രമല്ല, എൻ്റെ അടുത്ത് അവൻ വേറെ പ്രശ്നം വെച്ചാൽ അവന് ഈ എന്നോടുള്ള ഈ സംസാരം കഴിഞ്ഞിട്ട് തന്നെ എൻ്റെ ക്ലാസ്സിലുള്ള മുസ്ലിമായിട്ടുള്ള വേറെ പെൺകുട്ടിയുണ്ട്, ഉം. അവളോട് പോയിട്ട് ഈ വിഷയം നേരിട്ട് അവതരിപ്പിച്ച്. ഉം. എന്നിട്ട് അവൻ പിറ്റേന്ന് ദിവസം എന്നോട് പറഞ്ഞ്, ഒരാളോട് ഞാനീ പോയിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്, ഉം. പക്ഷെ അവൾക്കൊക്കെ അത് കുഴപ്പമില്ലല്ലോ, അവൾ മുസ്ലിമാണല്ലോ, പിന്നെ അവൾക്കില്ലാത്ത പ്രശ്നം എന്താ എനിക്ക്? ഉം. അപ്പം അവളെ പറ്റി എനിക്കറിയാം അവളെ നിലപാട് എന്താണെന്നുള്ളത്. ഉം. ഞാൻ ഈ മാറിനൊക്കെ അവളോട് രഹസ്യമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഉം. അപ്പം ഞാൻ നേരെ അവൾക്ക് മെസ്സേജ്, ഇങ്ങനെ വിഷയം ഇപ്പം പറയുന്നുണ്ടല്ലോ, ശരിയാണോ ഈ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്? അപ്പോൾ അവൾ പറഞ്ഞ് അതല്ല, അത് അവൻ എന്നോട് പറയുന്നത് തന്നെ ഈ വിഷയം അവതരിപ്പിക്കും എൻ്റെ അടുത്തുള്ള ഇങ്ങനെ വിഷയം ഉണ്ടായിട്ടാണോ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നത്. ഉം. അപ്പം ഞാനിഞ്ഞ് തൽക്കാലം അവൻ്റെ അവഹേളനം സഹിക്കേണ്ടെന്ന് കരുതിയിട്ട് അവനോട് തൽക്കാലം ഉം. ആ രീതിയിൽ പറഞ്ഞെന്നല്ല, അത് എനിക്കങ്ങനെ വാദമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഉം. ഞാൻ പിന്നെ അത് അവനോട് പോയി പറഞ്ഞിട്ടില്ല, ഉം. എനിക്ക് സംഗതി മനസ്സിലായല്ലോ. ഉം. ഉം. അപ്പോൾ അന്ന് മുതലാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ കുറച്ചും കൂടി പഠിക്കേണ്ട ഒരു ഏരിയയാണ്. ഉം. അപ്പോൾ ചിലരോടൊക്കെ അനുസരിച്ചപ്പോൾ ആദ്യം എനിക്ക് കുറച്ചൊരു പിന്നെ പല ചാനലുകളിൽ കിട്ടിയെന്ന്, ഉം. പിന്നെ അതിലൊക്കെ കുറേ പ്രസൻറ്റേഷൻ ഉണ്ട്, അതൊക്കെ നമുക്ക് സഹായിച്ചെങ്കിലും പിന്നെ ഇങ്ങനെ ആ ഒരു ചാനൽ കിട്ടിയപ്പോൾ അതിങ്ങനെ റെക്കമെൻഡേഷൻ ആയിട്ടാണ് പിന്നെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഉം. നിങ്ങൾ അൺമാസ്കിങ് അനോമലീസ് എന്ന് പറയുന്ന ചാനൽ. ആ, ശരി. അപ്പം അന്നാണ് നിങ്ങൾ ഈ ശീതളക്ഷമായിട്ടുള്ള സംവാദം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ആ, ശരി. അപ്പം നിങ്ങളിങ്ങനെ പിന്നെ ഇങ്ങനെ അടിക്കടി ആയിട്ട് അതിൻ്റെ വീഡിയോകൾ, ഉം. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങി. കാരണം എനിക്ക് പിന്നെ അത് ഫൈറ്റ് ചെയ്യാൻ എനിക്കൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഉം. ഞാൻ പലപ്പോഴും കാണും, പലതും നോട്ട് ചെയ്ത് അവിടെ വെക്കും, ഉം. അത് കാണാതെ പഠിക്കും. ഉം. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കും. ഉം. അപ്പോൾ അത് പിന്നെ പിന്നീടുള്ള അങ്ങോട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ആരെങ്കിലും എന്നോട് സംവാദത്തിന് വന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ വിചാരിച്ചു. പിന്നെ ഇപ്പം അടുത്ത സമയത്ത് നമ്മളേതൊരു ഫ്രണ്ട് നമ്മളെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ, നമ്മളെ എന്തായിരുന്നു നടിമാരുടെ ഹേമ കമ്മിറ്റി. ഹേമ കമ്മിറ്റി. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തോ ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ നമ്മളൊരു ഫ്രണ്ട് തന്നെയാണ്, അവൾ നമുക്ക് നന്നായിട്ട് വായിച്ചിരുന്ന കുട്ടിയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. പുള്ളി ഭയങ്കരമായിട്ട് വികാരപരിതയായിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്ത് എന്താണ് ഇങ്ങനെ പറയണത്, പിന്നെ അവരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇത് സ്ത്രീ വിരുദ്ധതല്ല എന്നൊക്കെ ചോദിച്ചു വന്നു. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, അല്ല ഹേമ കമ്മിറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശരി, അതിന് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിലുള്ള ആളുകൾ പറയുന്നു
ഈ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ശരിയല്ല എന്ന് സ്ത്രീകൾ തന്നെയാണ് പറയുന്നത്. ഞാൻ അവർ പറയാന്നുള്ള ഞാൻ ചെയ്തിട്ടുള്ളൂ, എൻ്റെ വകയിലൊന്നും കൂട്ടിയിട്ടില്ല. ഞാൻ അതിൽ പറഞ്ഞ ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സ്റ്റാറ്റസിലിട്ടത്. അപ്പം നിനക്ക് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുക. അങ്ങനെ ആൾ ആ അഭിപ്രായത്തിൽ എനിക്ക് യോജിപ്പില്ല, എനിക്ക് അതിനെ പറ്റി അറിയില്ല, പിന്നെ ആൾ തൽക്കാലം പോയി. അപ്പം അതാണ് നമ്മളൊരു യൂട്ടേൺ അടിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനത്തെ. അപ്പോൾ ആ നിലക്ക് പിന്നെ ലിബറൽ ആശയങ്ങൾ അതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ ഈ ലോകത്ത് തന്നെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളടക്കം അതിൽ ബോധ്യപ്പെടുന്നു. അങ്ങനെ വിശ്വാസത്തിലേക്ക് പരിപൂർണമായി തിരിച്ച് വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഏതായാലും ഇപ്പോൾ ഈ ഒരു ജേണി വളരെ രസകരമായ ഒരു പൂർണ്ണമായും മതത്തിന്റെ എല്ലാ ചിഹ്നങ്ങളോടുകൂടിയുള്ള ഒരു കുടുംബ സംവിധാനത്തിലൂടെ പിന്നെ പതിയെ ഒരു ഇടതുപക്ഷത്തേക്കും അങ്ങനെ SFIയിലേക്കും പൂർണ്ണമായൊരു ലിബറൽ ആശയത്തിലേക്കും ഈ ഒരു വേള മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധത അടക്കം തലയിൽ പേറുന്ന അവസ്ഥയിലേക്ക് പോയി. പിന്നെ അതിന്റെ പീക്കിലെത്തി അതിന്ന് ഇറങ്ങി വന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അവസാനമായി ഇതുപോലെയുള്ള പിന്നെ ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പലരും ഉണ്ടാവും. ഒരു വേള ഒരു പക്ഷേ ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ ഈ പറഞ്ഞ SFI എന്നൊക്കെ പറയുന്നത് കേവലമായിട്ടുള്ള ഒരു ക്യാമ്പസ് പൊളിറ്റിക്സിന്റെ ഭാഗമായി മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വേള ആ രൂപത്തിൽ തന്നെ ജീവിക്കുന്നവരടക്കം ഉണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്താണ് നിങ്ങൾ ഇനി SFIയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അതിലേക്ക് പോവുകയാണെങ്കിലും ക്യാമ്പസിലേക്ക് പോകുമ്പോഴൊക്കെ എന്താണ് ശ്രദ്ധിക്കേണ്ടതായി പറയാനുള്ളത്, ഒരു ഉപദേശം എന്നുള്ള നിലക്ക്, ഈ ഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോയ ഒരാളെന്ന നിലക്ക്? അതായത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അഭിപ്രായത്തിൽ SFIയിൽ പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയാം. കാരണം SFIയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ചിന്താഗതി അങ്ങനെയാണ്, അതൊരു ലിബറൽ ആശയങ്ങളാണ് അതിലുള്ളത്. പക്ഷേ നാട്ടിലുള്ള ഇടതുപക്ഷത്തിൽ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ SFIയിൽ പ്രവർത്തിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരാളങ്ങനെ, അതായത് നല്ലൊരു വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ ചിന്താഗതി എന്നുള്ള വേറെയാണ്, അതിൻ്റെ പിന്നെ രീതി എന്നുള്ള വേറെയാണ്. പിന്നൊക്കെ വോട്ട് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യാം, അതിനെ വോട്ട് ചെയ്യുക എന്നതിലപ്പുറത്തേക്ക് അത് നമ്മളെ വിശ്വാസത്തെ ബാധിക്കുന്നത്. പിന്നെ നമുക്ക് വിശ്വാസ അനുകൂലമായിട്ടുള്ള അവർ കുറേ പ്രതിഷേധങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ കലക്ട്രേറ്റ് മാർച്ച്, ഇപ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ആവശ്യങ്ങളൊക്കെ ഉയർത്തി പിടിച്ചവർ കുറേ മാർച്ചുകൾ എടുക്കാറുണ്ട്. പിന്നെ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് മാർച്ച്, അപ്പം അതിലൊക്കെ പങ്കെടുക്കുന്നതിനുപരി നമ്മൾ അതിൻ്റെ ഒരാളായിട്ട് അതിൻ്റെ ഒരു പൂർണ്ണ വക്താവായിട്ട് നമ്മൾ പോകുക എന്നുള്ളത് ഒരിക്കലും വിശ്വാസിക്ക് ചേരുന്നൊരു വിഷയമല്ല. കാരണം അത് ഒരിക്കലും പിന്നെ അതിൻ്റെ പ്രത്യയശാസ്ത്രം, അതിൻ്റെ രീതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പിന്നെ ആ പ്രായത്തിലുള്ള കുട്ടികൾ അവരുടെ ഒരു ട്രെൻഡിൻ്റെ രീതിയിലുള്ള ആ ഒരു രീതിയിലാണ് അതിൻ്റെ ആശയങ്ങളും ക്രമീകരിക്കുന്നത്. അത് തീർത്തും ഒരു വിശ്വാസിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നല്ല. ഒരു കുറച്ചും കൂടി കുട്ടികൾക്ക് എന്താണോ അപ്പീലിംഗ് ആയിട്ടുള്ളത്, കുട്ടികൾക്ക് എന്താണോ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്താണോ ഭയങ്കര അട്രാക്റ്റീവായി തോന്നുന്നത് അതിന്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ് പലപ്പോഴും SFIയുടെ ഒരു നയം. അതെ. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞാല് ഈ പിന്നെ കൊല്ലപ്പരീക്ഷ എത്താനായി സഖാവേ എന്നുള്ള കവിത, കൊല്ലം മുഴുക്കെ ജയിലിലാണോ. അപ്പോൾ ഞാൻ നേരിട്ട് കാണുന്ന സംഗതി, നമ്മൾ നാട്ടിലിങ്ങനെ വിപ്ലവം പറഞ്ഞെടുക്കുമ്പോൾ ഇവിടെ സഖാവ് എന്ന് പറയുന്ന ഒരാൾ ഒരു പ്രത്യേക ഒരു തുണിയും ഒക്കെ എടുത്തിട്ട് ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വീടിയൊക്കെ വലിച്ച് ഒരു എടുത്തൊരു സഖി ഉണ്ടാവും, കൂടെ തോളിൽ കയ്യിൽ വെച്ചൊരു സഖി ഉണ്ടാവും. അങ്ങനെ നടക്കുന്ന ഒരു ക്യാമ്പസിലൂടെ ഇങ്ങനെ പിന്നെ മോഹാലസ്യപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ നടക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ ക്യാമ്പസിൽ വരുമ്പോൾ സഖാവ് എന്നുള്ളത് ഈ കാണുന്നത്. അപ്പോൾ അത് ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് അറിയാം, ഈ ട്രെൻഡിന്റെ വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ്. തീർച്ചയായും. അപ്പോൾ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയ രൂപത്തിൽ നമ്മൾ പല ആളുകൾക്കും പരിചിതമില്ലാത്ത പല വഴികളിലൂടെ അടക്കം കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. വളരെ സന്തോഷം. പിന്നെ അപ്പോൾ ഏതായാലും നമുക്ക് ഈ ജീവിതയാത്രയിൽ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് ടേക്ക് അവേ ആയി എടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വേള നമ്മൾ വളരെ നിരുപദ്രവകരം അല്ലെങ്കിൽ നമ്മുടെ മതവുമായി ബന്ധപ്പെടുത്തി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എടുക്കുന്ന പൊസിഷൻസ് ഗ്രാജ്വലി നമ്മൾ എവിടേക്കാണ് എത്തിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പലപ്പോഴും ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരു മതവിശ്വാസത്തിൽ അത്രയധികം ഊന്നി നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുമ്പം ആദ്യം നോക്കിയിട്ടുള്ളത് ഇവിടെ മതമായിട്ട് ചേർന്ന് പോകുമെന്നാണ്. പക്ഷേ അങ്ങനെ നോക്കി അതൊക്കെ ഉറപ്പുവരുത്തിയിട്ട് പോകുമ്പോൾ പോലും പിന്നെ ആ ഒരു ഫ്ലോയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഒഴുക്കിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അവരുയർത്തുന്ന മുദ്രാവാക്യങ്ങൾ, അവർ എന്തിനു വേണ്ടിയിട്ടാണോ നിലകൊള്ളുന്നത്, അവർ ഏത് രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണോ കൊടിപിടിക്കുന്നത്, അതിനുവേണ്ടി സ്വാഭാവികമായിട്ടും ആ ഒരു ഒഴുക്കിൽ നമ്മളും അതിന്റെ കൂടെ ചേർന്ന്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പോൾ SFIയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എടുത്തു നോക്കിയാൽ അവരാരും ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് വരും നമ്മൾ കാണുന്നുണ്ടാവില്ല, വളരെ കുറവാണ്.
പിന്നെ പാർട്ടി കുടുംബത്തിലേക്ക് ജനിക്കണം. അല്ലാതെ SFIയിലേക്ക് വരുന്ന ആളുകൾ പലപ്പോഴും ഒന്നുകിൽ അവർ കലാമേഖലയിലേക്ക് പോകും, അവരുടെ ആശയങ്ങൾ കൂടുതൽ അവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന മേഖലയാണല്ലോ അത്. അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഇൻ്റർവ്യൂവിൽ എത്ര ആളുകളുണ്ട് ചെറുപ്പം പിന്നെ കോളേജിൽ പഠിക്കുന്ന കാലത്തേക്ക് SFI എന്ന് പറയും, പിന്നീട് ദോഷമാണ് അടുത്ത ദോഷമാണ് എന്ന് വെച്ചാൽ പ്രത്യേക രാഷ്ട്രീയമായിട്ട് പിന്നീടൊന്നും അവരുടെ സ്റ്റാറ്റസിലോ അവരുടെ നിലപാടിലോ നമ്മൾ കാണുന്നില്ല. പക്ഷേ നാട്ടിലുള്ള അങ്ങനെയല്ല. അപ്പോൾ ഇത് തന്നെ ഉദാഹരണമാണ്, ഇതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ടുള്ള സംഗതിയാണെന്നുള്ളത്. അതെ അതെ തീർച്ചയായും. അപ്പോൾ ആ രൂപത്തിൽ അതിൻ്റെ ഒരു ഒഴുക്ക് നമ്മളെവിടേക്കാണ് എത്തിക്കുന്നത് എന്നുള്ളതും, ഈവൻ ഒരു വേള ഒരു CPM മുന്നോട്ട് വെക്കുന്ന ഒരു ബഹുജന തരത്തിലുള്ള ആ രൂപത്തിലുള്ള പൊളിറ്റിക്സിൽ നിന്ന് പോലും വ്യത്യസ്തമായി എത്രത്തോളം ആണ് ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ സ്വാധീനിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണം കൂടിയാണ് പ്രിയപ്പെട്ട സുഹൃത്ത്. അപ്പോൾ ഏതായാലും ഒരു വലിയ ഒരു ജീവിതയാത്രയെ വളരെ ചുരുക്കി ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ, കൂടുതൽ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകളും മറ്റ് വീഡിയോസും എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. എല്ലാവരും അത് കാണുകയും കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിയാൽ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളിലേക്ക് ഇത് കൂടുതൽ ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.